ഞാൻ കരയേറ്റുന്നു. അതോടൊപ്പം ഈ മീറ്റിംഗിലേക്ക് എന്നെ ക്ഷണിച്ച പ്രിയ ക്രിസ്റ്റി സിസ്റ്ററിനോടുള്ള സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. കടന്നു വന്നിട്ടുള്ള എല്ലാ ദൈവമക്കളോടും ഹല്ലേലൂയ സ്തോത്രം യേശു ക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിലുള്ള സ്നേഹവും വന്ദനവും ഞാൻ അറിയിക്കുകയാണ്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ആരംഭത്തിൽ തന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ. ഹല്ലേലൂയ. അർദ്ധരാത്രിയിൽ ഹല്ലേലൂയ കർത്താവിന്റെ പാദപീഠത്തിൽ ഹല്ലേലൂയ സ്തോത്രം കടന്നു വരുന്ന ദൈവമക്കൾ ഹല്ലേലൂയ സ്തോത്രം വെറുതെ മടങ്ങുകയില്ല. ആമേൻ. ഹല്ലേലൂയ സ്തോത്രം. പ്രിയ ഹല്ലേലൂയ ക്രിസ്റ്റി സിസ്റ്റർ എന്നോട് പറഞ്ഞു, എല്ലാ ഹല്ലേലൂയ രാത്രിയിലും ഞങ്ങൾ ഹല്ലേലൂയ സ്തോത്രം ഇങ്ങനെ ഹല്ലേലൂയ പ്രയർ ക്രമീകരിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. ഞാൻ എൻ്റെ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഓസ്ട്രേലിയയുടെ പ്രദേശത്ത് ഹല്ലേലൂയ സ്തോത്രം ഇങ്ങനെ ഒരു കൂടിവരവ് ഹല്ലേലൂയ ഇങ്ങനെ ഒരു പ്രാർത്ഥന ആ ദേശത്ത് ഉയരുന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ ആ ദേശം വിടുതൽ പ്രാപിക്കും. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. ഹല്ലേലൂയ സ്തോത്രം. പ്രിയ ഹല്ലേലൂയ സ്തോത്രം സിസ്റ്റർ ഹല്ലേലൂയ സ്തോത്രം പറയുവാനിടയായി. ഹല്ലേലൂയ സ്തോത്രം മീറ്റിംഗിൽ ഹല്ലേലൂയ സ്തോത്രം സാക്ഷ്യം പറയാം, അതോടൊപ്പം തന്നെ മെസ്സേജ് ഹല്ലേലൂയ സ്തോത്രം കൊടുക്കാം. ഹല്ലേലൂയ സ്തോത്രം. ഞാൻ എന്നാൽ ഹല്ലേലൂയ എന്റെ സാക്ഷ്യം ഹല്ലേലൂയ സ്തോത്രം അധികം എങ്ങും ഹല്ലേലൂയ സ്തോത്രം പറയാറില്ല എന്ന് പറഞ്ഞാൽ എന്റെ മെസ്സേജിനോടൊപ്പം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നൽകി തരുന്ന സാക്ഷ്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എന്നാൽ കഴിഞ്ഞ രാത്രിയിൽ ഹല്ലേലൂയ സ്തോത്രം ദൈവമക്കളെ ഹല്ലേലൂയ സ്തോത്രം ഞാൻ ഒരു സ്വപ്നത്തിൽ കൂടെ ഞാൻ ഇങ്ങനെ കാണുകയാണ്. ഹല്ലേലൂയ ഞാൻ വളരെ ഹല്ലേലൂയ സ്തോത്രം ജോലി തിരക്കുകളുടെ ഇടയിലായതുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം എനിക്ക് ഹല്ലേലൂയ സ്തോത്രം മെസ്സേജ് ഹല്ലേലൂയ നോക്കുവാനോ എടുക്കുവാനോ എങ്ങും കഴിയാത്ത ഒരു മേഖലയിൽ എന്നോട് ഇങ്ങനെ പറയുകയാണ്, നിന്റെ സാക്ഷ്യം പറയുക. ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. എനിക്കൊരു കൺഫർമേഷൻ ആയി. കാരണം ഹല്ലേലൂയ പലപ്പോഴും ഹല്ലേലൂയ സ്തോത്രം എന്റെ മീറ്റിങ്ങുകളിൽ ഹല്ലേലൂയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഹല്ലേലൂയ ആ വലിയ ശക്തമായ ഇടപെടൽ കൂടിയാണ് ഹല്ലേലൂയ സ്തോത്രം ഞാൻ മെസ്സേജ് കൊടുക്കാറുള്ളത്. ഹല്ലേലൂയ മാനുഷികമായ ബുദ്ധിയെ അബലമാക്കിക്കൊണ്ട് ഹല്ലേലൂയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നൽകി തരുന്നതായിട്ടുള്ള ദൂതുകളും നൽകി തരുന്നതായിട്ടുള്ള ആലോചനകളും ഹല്ലേലൂയ സ്തോത്രം കടന്നു വരുന്ന ദൈവമക്കൾക്ക് വിടുതലായി മാറത്തക്ക വിധത്തിൽ ഹല്ലേലൂയ സ്തോത്രം കർത്താവ് ഹല്ലേലൂയ സ്തോത്രം ഉപയോഗിക്കുന്നു. ഞാൻ ദൈവമക്കളോട് പറയട്ടെ, ഹല്ലേലൂയ സ്തോത്രം നാം ദൈവത്തിന്റെ കരത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം 50-50 അല്ല 100%. ഹല്ലേലൂയ ഹല്ലേലൂയ നിങ്ങൾ ദൈവത്തിന്റെ കരത്തിലേക്കൊന്ന് ഹല്ലേലൂയ സ്തോത്രം ഏൽപ്പിച്ചു കൊടുക്കുവാൻ നിങ്ങൾ തയ്യാറായാൽ ഹല്ലേലൂയ നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ അത് വിടുതലായി തീരും. നിങ്ങളുടെ കുടുംബങ്ങളിൽ അത് വിടുതലായി വ്യാപരിക്കും. നിങ്ങളുടെ ദേശങ്ങളിൽ അത് വിടുതലായി വ്യാപരിക്കും. ഹല്ലേലൂയ. ഞാൻ ആയിരിക്കുന്ന ഈ യുകെയുടെ പ്രദേശത്ത് നിന്ന് ഞാൻ ഓസ്ട്രേലിയയിലെ ആയിരിക്കുന്ന ജനത്തോട് ഞാൻ വിളിച്ചു പറയട്ടെ, ഹല്ലേലൂയ സ്തോത്രം നിങ്ങളെ ഓരോ ദേശത്തും ആക്കി വെക്കുന്നതിന്റെ മുൻപിൽ സ്വർഗത്തിലെ അപ്പനൊരു പദ്ധതിയുണ്ട്. ആമേൻ. ഹല്ലേലൂയ സ്തോത്രം. എന്റെ ജീവിത അനുഭവം ഹല്ലേലൂയ അതാണ് തെളിയിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ വിവിധ രാജ്യങ്ങളിൽ കൂടെ കർത്താവിനെ കടത്തിവിട്ടു. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. അവിടെയെല്ലാം അപ്പൻ ഹല്ലേലൂയ ആ ദേശത്തേക്ക് എൻ്റർ ചെയ്യുന്നതിന് മുമ്പ് ഹല്ലേലൂയ വ്യക്തമായി അടയാള സഹിതം വ്യക്തമായി പറയും, ഞാൻ നിന്നെ അയക്കുന്നത് ജോലിക്കല്ല, നീ എന്റെ വേല ചെയ്യണം. ആമേൻ. ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഇത്രത്തോളം യഹോവ സഹായിച്ചു എന്ന് മാത്രമേ എന്റെ ജീവിതത്തിൽ പറയുവാനുള്ളൂ. ഹല്ലേലൂയ ദൈവമക്കളെ ഹല്ലേലൂയ സ്തോത്രം. ഞാൻ എന്റെ സാക്ഷ്യം പറയുന്നത് ഹല്ലേലൂയ എനിക്ക് പൂർണ്ണമായ ഒരു വിശ്വാസമുണ്ട്. ഇതിൽ കടന്നു വന്നിരിക്കുന്ന ഒരുപക്ഷെ ഒരു വ്യക്തിക്കായിരിക്കാം ഹല്ലേലൂയ അത് വിടുതലായി വ്യാപരിക്കുമെന്നുള്ളത് ഹല്ലേലൂയ ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ പലവിധമായ കഷ്ടതകൾ, പ്രതിസന്ധികൾ, പ്രതികൂലങ്ങൾ വരാം ഹല്ലേലൂയ. എന്നാൽ അത് നമ്മെ തകർക്കുവാനല്ല, അത് നമ്മെ ഹല്ലേലൂയ പണിയുവാനാണ്. ആമേൻ. ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. ഒന്ന് വിശ്വസിക്കാമോ? ഹല്ലേലൂയ. നിന്നെ തകർക്കുവാനോ നിന്നെ മുടിക്കുവാനോ അല്ലല്ല ഈ വേദന, നിന്നെ പണിതെടുത്ത് നല്ല പൊന്നാക്കുവാൻ അല്ലയോ ഈ ശോധന. നിന്നെ തകർക്കുവാനോ നിന്നെ മുടിക്കുവാനോ അല്ലല്ല ഈ വേദന, നിന്നെ പണിതെടുത്ത് നല്ല പൊന്നാക്കുവാൻ അല്ലയോ ഈ ശോധന. കഷ്ടങ്ങളിലും പതറിടല്ലേ, കണ്ണുനീരിലും
തളർന്നിടല്ലേ, ഞാനെന്നും നിന്റെ ദൈവം, നീ എന്നും എന്റേതാണ്. ഞാനെന്നും നിന്റെ ദൈവം, നീ എന്നും എന്റേതാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഈ ശോധന, ഈ വേദന തകർത്ത് കളയുവാനല്ല, ഹല്ലേലൂയ, സ്വർഗത്തിലെ ദൈവം പണിതെടുത്തോണ്ടിരിക്കുക. എന്തിനാണ്? അപ്പൻ ഉപയോഗിക്കുവാൻ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ എന്റെ അനുഭവ സാക്ഷ്യം, ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ ഹല്ലേലൂയ ഒരു മർത്തവുമായ, ഹല്ലേലൂയ, സ്തോത്രം, സാമുദായിക പശ്ചാത്തലത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടു. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ എന്റെ പപ്പ, ഹല്ലേലൂയ, സ്തോത്രം, മിലിറ്ററിയിലായിരുന്നു. ഹല്ലേലൂയ, സ്തോത്രം. താനായിരുന്ന, ഹല്ലേലൂയ, ഇടത്ത് വെച്ച്, ഹല്ലേലൂയ, മാനുഷിക ശബ്ദം കേട്ടല്ല, ഹല്ലേലൂയ, രാത്രിയിൽ, ഹല്ലേലൂയ, രാത്രിയുടെ യാമങ്ങളിൽ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന വീരനായിരുന്നു എന്റെ പിതാവ്. ഹല്ലേലൂയ, ഇപ്പോൾ നിത്യതയിൽ വിശ്രമിക്കുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. താൻ മിലിറ്ററിയിലായിരുന്നപ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം, ദൈവത്തിന്റെ പരിശുദ്ധാത്മാ വ്യക്തമായി തന്നോട് ഇടപെട്ടുകൊണ്ടിരുന്നു. ഹല്ലേലൂയ, ബൈബിൾ വായിക്കുമായിരുന്നു. ഹല്ലേലൂയ, മർത്തവുമായ പശ്ചാത്തലത്തിലായിരുന്നു ും ബൈബിൾ വായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ ബൈബിൾ വായിച്ച്, ഹല്ലേലൂയ, സ്തോത്രം, വചനത്തിലൂടെ, ഹല്ലേലൂയ, സ്നാനം സത്യമെന്നും, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, വേർപെട്ട് ദൈവത്തെ ആരാധിക്കണമെന്നുള്ളതും, ഹല്ലേലൂയ, സ്തോത്രം, വളരെ വ്യക്തമായി കർത്താവ് ഇടപെടുവാൻ തുടങ്ങി. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ, ഹല്ലേലൂയ, പറയട്ടെ ദൈവമക്കളെ, ഞങ്ങൾ താമസിച്ചു കൊണ്ടിരുന്നത് ഒരു മർത്തോമ പള്ളിയുടെ തൊട്ടടുത്തായിരുന്നു. ഹല്ലേലൂയ, സ്തോത്രം, ഞങ്ങളുടെ ഭവനം. ഹല്ലേലൂയ, സ്തോത്രം. ഈ, ഹല്ലേലൂയ, സ്തോത്രം, പള്ളി പണിയുവാനൊക്കെ, ഹല്ലേലൂയ, പപ്പായുടെ, ഹല്ലേലൂയ, സ്തോത്രം, മാതാപിതാക്കൾ, ഹല്ലേലൂയ, സ്തോത്രം, അതിനുവേണ്ടി ഒത്തിരി, ഹല്ലേലൂയ, പ്രവർത്തിച്ചതൊക്കെ ആയിരുന്നു. ഹല്ലേലൂയ, ആമേൻ. ആ പശ്ചാത്തലത്തിൽ ആയിരുന്നിട്ടും, ഹല്ലേലൂയ, സ്തോത്രം, പപ്പ അവിടെ, ഹല്ലേലൂയ, താൻ ജോലിയായിരുന്ന, ഹല്ലേലൂയ, സ്ഥലത്ത് വെച്ച് സ്നാനപ്പെട്ട, ഹല്ലേലൂയ, ഒരു ദൈവസഭയോട് ചേർന്ന് ആരാധിക്കുവാൻ തുടങ്ങി. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ താൻ, ഹല്ലേലൂയ, സ്തോത്രം, അവധിക്ക് കടന്നു വരുമ്പോൾ ഈ മർത്തോമ പള്ളിയിൽ തന്നെ പോകുകയായിരുന്നു. എന്നാൽ ഒരു ദിവസം ഹല്ലേലൂയ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെട്ടു. ഹല്ലേലൂയ, നീ വേർപെട്ട് ആരാധിക്കണമെന്ന്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഞാൻ വളരെ ചുരുക്കത്തിൽ പറയാം, അല്ലെങ്കിൽ സമയം, ഹല്ലേലൂയ, ലഭിക്കത്തില്ല. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ പപ്പ, ഹല്ലേലൂയ, സ്തോത്രം, ഈ ചർച്ച്, ഈ മർത്തോമ ചർച്ചിൽ നിന്ന്, ഹല്ലേലൂയ, സ്തോത്രം, വേർപെട്ട് ആരാധിക്കുവാനായി ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. കർത്താവ്, എവിടേക്കാണ് ഞാൻ പോകേണ്ടത്? ഹല്ലേലൂയ, സ്തോത്രം. ദൈവമക്കളെ പറയണോ, ഒരു ഞായറാഴ്ച, ഹല്ലേലൂയ, പ്രഭാതത്തിൽ, ഹല്ലേലൂയ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി, നീ ഇറങ്ങി പുറപ്പെടുക എന്ന് പറഞ്ഞു. ഹല്ലേലൂയ, എങ്ങോട്ട് പോകണമെന്നോ എവിടെ ചെന്ന് ചേരണമെന്നോ അറിയാതെ, ഹല്ലേലൂയ, താൻ ഇറങ്ങി പുറപ്പെട്ടു. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. അവിടെ, ഹല്ലേലൂയ, ഉണ്ടായിരുന്ന ഒരു പെന്തക്കോസ്ത് ചർച്ചിലേക്ക് പരിശുദ്ധാത്മാവ് നയിക്കുകയും അങ്ങനെ, ഹല്ലേലൂയ, എന്റെ മാതാപിതാക്കൾ രണ്ടുപേരും, ഹല്ലേലൂയ, സ്തോത്രം, പോകുവാൻ തുടങ്ങി. എന്നാൽ, ഹല്ലേലൂയ, ഞങ്ങൾ, ഹല്ലേലൂയ, അന്ന് ചെറുപ്പമായിരുന്നു, പൈതങ്ങളായി ഞങ്ങളെ, ഹല്ലേലൂയ, സ്തോത്രം, ആരംഭത്തിൽ കൊണ്ടുപോയില്ല. എന്നിട്ട്, ഹല്ലേലൂയ, സ്തോത്രം, എന്റെ പിതാവ്, ഹല്ലേലൂയ, പിന്നീട്, ഹല്ലേലൂയ, സ്തോത്രം, ആ ചർച്ചിൽ, ഹല്ലേലൂയ, കടന്നു പോകുവാൻ തക്കവണ്ണം, ഹല്ലേലൂയ, ഞങ്ങളോട് പറഞ്ഞപ്പോൾ, ഹല്ലേലൂയ, ഞാൻ അന്ന് ചെറുപ്പമാ, ഹല്ലേലൂയ, സ്തോത്രം, ഞാൻ മാറിയിരുന്ന് കരയാൻ തുടങ്ങി. ഹല്ലേലൂയ, സ്തോത്രം, ഞാൻ വരില്ല എന്ന് പറഞ്ഞു. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ ദൈവമക്കളെ, ഞാൻ ഒരു കാര്യം പറയാം. ഹല്ലേലൂയ, ദൈവത്തിന്റെ നിർണയത്തിൽ, ദൈവത്തിന്റെ പദ്ധതിയിൽ ഒരുവൻ ഉണ്ടെങ്കിൽ, ഹല്ലേലൂയ, അതിൽ കൊണ്ടുചെന്ന് എത്തിക്കുക എന്നുള്ളത്, ഹല്ലേലൂയ, സ്തോത്രം, ദൈവത്തിന്റെ, ഹല്ലേലൂയ, സ്തോത്രം, പദ്ധതിയാണ്. ആമേൻ. ഹല്ലേലൂയ, വരത്തില്ല എന്ന് പറഞ്ഞ സ്ഥാനത്ത്, ഹല്ലേലൂയ, പൈതങ്ങൾ ഞങ്ങൾ 3 പേരാണ്. ഹല്ലേലൂയ, 3 പേരും, ഹല്ലേലൂയ, സ്തോത്രം, ചെറുപ്പം മുതൽ പോകുവാൻ തുടങ്ങി. ആമേൻ. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ ഞങ്ങളായിരുന്ന, ഹല്ലേലൂയ, സ്തോത്രം, ഭവനത്തിൽ നിന്ന് ഞങ്ങൾക്കൊരു, ഹല്ലേലൂയ, സ്തോത്രം, സ്ഥലം, ഹല്ലേലൂയ, പള്ളിയുടേതായ ഒരു സ്ഥലം, അത് കഴിഞ്ഞാണ് റോഡിലേക്ക് ഇറങ്ങുന്നത്. എന്നാൽ, ഹല്ലേലൂയ, ഞങ്ങൾ ഇങ്ങനെ പെന്തക്കോസ്ത് കൂട്ടായ്മയിലേക്ക് പോകുവാൻ തുടങ്ങിയപ്പോൾ അവർ വഴി അടച്ചു. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, മനുഷ്യർ വഴി അടച്ചാൽ, ഹല്ലേലൂയ, സ്വർഗത്തിലെ ദൈവം വഴി തുറക്കും. ഹല്ലേലൂയ, നിങ്ങൾക്ക്, ഹല്ലേലൂയ, കേൾക്കണമോ? ഹല്ലേലൂയ, ആ, ഹല്ലേലൂയ, വഴി ഞങ്ങൾ കടഞ്ഞു. എന്നാൽ അതേ, ഹല്ലേലൂയ, പള്ളിയുടെ ആ, ഹല്ലേലൂയ, ഹല്ലേലൂയ, വസ്തുവിൽ ഒരു ഹോസ്പിറ്റൽ വരാനിടയായി. ഹല്ലേലൂയ, ഹല്ലേലൂയ, രോഗികൾ കടന്നു വരുവാനും പോകുവാനും വഴിയിടണം. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ, ഹല്ലേലൂയ, അത്ഭുതകരമായ ഒരു വഴി, ഹല്ലേലൂയ, സ്തോത്രം, കർത്താവ് തന്നെ ഞങ്ങൾക്ക് തുറന്നു തന്നു. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ തന്നെ ഒരു ദൈവദാസൻ, ഹല്ലേലൂയ, ആത്മാവിൽ ഇങ്ങനെ പ്രവചിച്ചു ഞങ്ങളോട്, എന്റെ പിതാവിനോട്
ഞങ്ങളോടും ഞങ്ങളോടും ഇങ്ങനെ പറഞ്ഞു, വഴി അടഞ്ഞു പോയാലും നിങ്ങൾക്ക് വേണ്ടി സ്തോത്രം വഴിയോട് കൂടെ ഒരു ഭവനം ദൈവം നിങ്ങൾക്ക് നൽകി തരുമെന്ന് സ്തോത്രം. ദൈവമക്കളെ സ്തോത്ര സ്വർഗത്തിലെ ദൈവം വാക്ക് പറഞ്ഞു, അതിൻ പ്രതി തന്നെ കർത്താവ് അത് നിവർത്തിച്ചു. സ്തോത്രം. ഞാൻ പറയട്ടെ, എന്റെ പപ്പ സ്തോത്രം മിലിറ്ററിയിൽ നിന്ന് കടന്നു വരുന്ന ആ സമയത്ത് താൻ ഏർലി റിട്ടയർമെന്റ് ചെയ്യുവാനായി സ്തോത്രം എന്ന് പറഞ്ഞാൽ സ്തോത്രം തന്നോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാ വ്യക്തമായി ഇടപെട്ടു, നീ കടന്നു പോകണം, നീ എന്റെ വേല ചെയ്യണം. ദൈവമക്കളെ താൻ റിസൈൻ ചെയ്യാനായിട്ട് റിസിഗ്നേഷൻ ലെറ്റർ കൊണ്ടോ ഓഫീസറിനെ ഏൽപ്പിക്കുമ്പോൾ ആ ഓഫീസർ ഒന്നുകൂടെ ചോദിച്ചു, നീ വെളിയിൽ പോയി അരമണിക്കൂർ അവിടെ ഇരുന്ന് ചിന്തിച്ചതിന് ശേഷം പിന്നെ വാ. നിനക്ക് എത്ര മക്കളാ ഉള്ളത്? അവർക്ക് എന്തോ പ്രായമായി. ഞങ്ങൾ വളരെ ചെറുപ്പമായിരുന്നപ്പോൾ. സ്തോത്രം. എന്നാൽ സ്തോത്രം പപ്പ വെളിയിൽ പോയി അരമണിക്കൂർ ഇരുന്നിട്ട് തിരിച്ചു വന്നിട്ട് പറഞ്ഞു, സ്തോത്രം ഇത്രയും വർഷം ഞാൻ ഇന്ത്യൻ ആർമിക്ക് വേണ്ടി പ്രവർത്തിച്ചു. ഇനിയുള്ള ശേഷിക്കുന്ന എന്റെ കാലം എന്റെ കർത്താവിന് വേണ്ടി കർത്താവിന്റെ വേല ചെയ്യുവാൻ ഞാൻ തീരുമാനിച്ചു. ഇനി ഞാൻ അതിൽ നിന്ന് മാറത്തില്ലെന്ന്. അങ്ങനെ താൻ കടന്നു വന്നു. സ്തോത്രം. വാതിലുകളൊക്കെ അടഞ്ഞെങ്കിലും ദൈവം അത്ഭുതത്തിന്റെ വഴികൾ ഞങ്ങൾക്ക് വേണ്ടി തുറന്നു തന്നുകൊണ്ടേയിരുന്നു. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. എന്റെ പപ്പ ബൈബിൾ കോളേജിൽ പോയി പഠിക്കുവാനും സ്തോത്രം ദൈവ വേലയ്ക്ക് വേണ്ടി സ്തോത്രം താൻ ചുവടുകൾ വെച്ചു. സ്തോത്ര സഭാ ശുശ്രൂഷകളൊക്കെ ആയിരുന്നു. എന്നാൽ അവസാനം താൻ നിത്യതയിൽ പ്രവേശിക്കുന്നതിന് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് താൻ ടീം വർക്കായി ദേശത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് കടന്നുപോയി ദൈവത്തിന്റെ ശുശ്രൂഷ ചെയ്യുവാനിടയായി. മരിക്കുന്നതിന്റെ ഒരു മാസം മുമ്പ് സ്തോത്രം എന്നെ സ്വപ്നത്തിൽ കർത്താവ് 1-2 പ്രാവശ്യം എന്നെ സ്വപ്നത്തിൽ ഇങ്ങനെ കാണിച്ചു. പപ്പയ്ക്കെന്തോ വല്ലാത്തൊരു സ്തോത്ര അനുഭവം ഉണ്ടാകുന്നതും എന്റെ മടിയിലേക്ക് തന്നെ പപ്പ വീഴുന്നതുമായ ഒരു കാഴ്ച. സ്തോത്രം. അന്ന് ഓടി നടന്ന് ദൈവത്തിന്റെ വേല ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. എന്നാൽ പെട്ടെന്ന് സ്തോത്രം തനിക്ക് ബ്രെയിൻ ട്യൂമർ സ്തോത്രം ഉണ്ടായി. അതിന്റെ 4th സ്റ്റേജ് ലാസ്റ്റിലാണ് അറിയുന്നത്. ആ നാളുവരെയും കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ട ഒരു പിതാവാണ് ഞാനിത് പറയുന്നത്. സ്തോത്രം. ദൈവമക്കളെ, ഞാൻ ചെറുപ്പമായിരുന്നപ്പോൾ പപ്പായുടെ റൂമിൽ നിന്ന് അർദ്ധരാത്രിയിൽ പ്രാർത്ഥനയുടെ ശബ്ദം ഉയരുന്നത് എനിക്ക് കേൾക്കാമായിരുന്നു. സ്തോത്രം. ഞാൻ അന്നൊക്കെ സ്തോത്രം എന്റെ കർത്താവിനോട് അങ്ങനെ പ്രാർത്ഥിക്കുക. അന്ന് എനിക്ക് 11-12 വയസ്സ്. സ്തോത്രം. അന്നൊക്കെ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കും, കർത്താവേ ഈ പപ്പ പ്രാർത്ഥിക്കുന്നത് പോലെ ഈ രാത്രിയിൽ ഇരുന്ന് ഇങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കുവാന് എനിക്കും ഒന്ന് കഴിഞ്ഞിരുന്നെങ്കിൽ സ്തോത്രം. ഞാൻ ബെഡിൽ കയറി ഇരുന്നിട്ട് കർത്താവിനോട് പറയും, കർത്താവേ എനിക്കും ഇങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കും. ദൈവമക്കളെ കേൾക്കണമോ? ചെറുപ്പനാളിലെ ആഗ്രഹം കർത്താവിനോട് പറഞ്ഞതാ. സ്തോത്രം. പപ്പ പ്രാർത്ഥിക്കുന്ന സമയം കഴിഞ്ഞും ആ ചെറുപ്പകാലങ്ങളിൽ പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവ കൃപ പകർന്നിട്ടുണ്ട്. അനവധി അത്ഭുതങ്ങളിൽ കൂടെ കർത്താവിനെ ആ കാലയളവിൽ കടത്തിവിട്ടു. എന്നിട്ട് കർത്താവുമായിട്ട് ആഴമേറിയ ഒരു ബന്ധം സ്ഥാപിക്കുവാൻ ആ അനുഭവങ്ങളിൽ കൂടി എനിക്ക് സാധിച്ചു. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഞാൻ ഇതെന്താണ് പറയുന്നതെന്ന് ചോദിച്ചാല് നമ്മുടെ ഭവനങ്ങളിൽ ഒരു അർദ്ധരാത്രിയുടെ പ്രാർത്ഥന ഉയരുന്നുണ്ടെങ്കിൽ സ്തോത്രം അത് തലമുറകളുടെ മേൽ വിടുതലായി വ്യാപരിക്കും. പ്രൈസ് ദി ലോർഡ്. ഒരു തർക്കവുമില്ല. അതിന് ഒരു വ്യക്തി തയ്യാറാണെങ്കിൽ, ഒരു ഭവനത്തില് അർദ്ധരാത്രിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുവാൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങളുടെ തലമുറകളിലേക്ക് ഒഴുകും. സ്തോത്രം. ദൈവമക്കളെ സ്തോത്രം. ഞാൻ വേഗത്തിൽ പോകട്ടെ. സ്തോത്രം. അങ്ങനെ ഞാൻ സ്തോത്രം എന്റെ 12th കഴിഞ്ഞ് ഞാൻ നഴ്സിംഗിന് വേണ്ടി കടന്നുപോയി. നഴ്സിംഗിന് വേണ്ടി കടന്നുപോയപ്പോൾ സ്തോത്രം ഭവനത്തിലുണ്ടായിരുന്ന ആത്മീക അന്തരീക്ഷം ഒന്നും യാതൊരു വിധത്തിലും കിട്ടാത്ത ഒരിടത്തേക്കാണ് ഞാൻ പോയത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 1 വർഷം കഴിഞ്ഞു, 2 വർഷം കഴിഞ്ഞു. 2ാം വർഷത്തിന്റെ അവസാനമായപ്പോഴേക്കും എനിക്ക് മുന്നേറുവാൻ കഴിയാതെയായി. എനിക്ക് മുൻപോട്ട് ജീവിക്കുവാൻ കഴിയാതെയായി. സ്തോത്രം. വിവിധ തരത്തിലുള്ള വിഷയങ്ങളായി സ്തോത്രം ഞാൻ എന്റെ സ്തോത്രം എന്റെ ഭവനത്തിലേക്ക് ലെറ്റർ എഴുതി. പപ്പ
എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ, എനിക്ക് ഹല്ലേലൂയ മുന്നോട്ട് പോകുവാൻ എനിക്ക് കഴിയുന്നില്ല, ഹല്ലേലൂയ സ്തോത്രം, എനിക്ക് പഠിക്കുവാനായിട്ട് മുന്നേറുവാൻ എനിക്ക് കഴിയുന്നില്ല, ഒന്നെങ്കിൽ എനിക്ക് ജീവിക്കണം, അല്ലെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ ജീവിക്കുവാണെങ്കിൽ എനിക്ക് കർത്താവിന് വേണ്ടി ജീവിക്കണം, ജീവിക്കുവാണെങ്കിൽ എനിക്ക് ആത്മീയമായി ജീവിക്കണം, അല്ലെങ്കിൽ എനിക്ക് മുൻപോട്ട് പോകണ്ട എന്ന രീതിയിൽ ഞാൻ ഒരു കത്ത് ഹല്ലേലൂയ സ്തോത്രം എന്റെ ഭവനത്തിലേക്ക് എഴുതി. ഹല്ലേലൂയ സ്തോത്രം ദൈവമക്കളെ, ഹല്ലേലൂയ സ്തോത്രം, എന്റെ മാതാപിതാക്കളെ ഹല്ലേലൂയ സ്തോത്രം ശക്തമായി പ്രാർത്ഥിച്ചത് നിമിത്തം നിങ്ങൾക്കറിയാമോ എന്ത് സംഭവിച്ചെന്ന്? ഹല്ലേലൂയ സ്തോത്രം, എന്നിൽ ഭയങ്കര ഒരു മാറ്റം സംഭവിച്ചു. ഹല്ലേലൂയ സ്തോത്രം, എന്റെ ഹല്ലേലൂയ സ്തോത്രം അടുത്തേക്ക് കടന്നു വരുന്നവരോട് ഞാൻ സുവിശേഷം പറയാൻ തുടങ്ങി. ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ അടുത്ത് കടന്നു വരുന്ന കുഞ്ഞുങ്ങളോട് അവരുടെ വിഷയം ഞാൻ ചോദിക്കുകയാണ്. അവരോട് പറയും ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. എനിക്ക് തന്നെ ഞാൻ അറിയാത്തൊരു മാറ്റം സംഭവിക്കുകയാണ്. വെളിപ്പാടിനാൽ കർത്താവ് എന്നെ നിറയ്ക്കാൻ തുടങ്ങി. ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ നഴ്സിംഗ് സ്കൂളിൽ നടക്കുന്ന ഓരോ വിഷയങ്ങൾ കർത്താവ് എന്നെ കാണിക്കാൻ തുടങ്ങി. Praise the Lord. ഹല്ലേലൂയ. ആരംഭത്തിൽ 2-3 പേരിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയ പ്രാർത്ഥന ഒരു കൂട്ടമായി മാറി. Praise the Lord. ഹല്ലേലൂയ സ്തോത്രം ദൈവമക്കളെ, ഹല്ലേലൂയ സ്തോത്രം, ഞാൻ പറയട്ടെ, ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം, നഴ്സിംഗ് ഹോസ്റ്റൽ ഇരുന്നത് ഹല്ലേലൂയ വലിയൊരു കോമ്പൗണ്ടിലായിരുന്നു. അവിടെ തന്നെ ഡോക്ടേഴ്സ്, അവിടെ തന്നെ എല്ലാവരുടെ അക്കോമഡേഷനുള്ള ഒരു കോമ്പൗണ്ടിലായിരുന്നു. ഒരു ദിവസം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, ഹല്ലേലൂയ സ്തോത്രം, നീ നിന്റെ ഹല്ലേലൂയ പ്രിൻസിപ്പളിന്റെ അടുത്തേക്ക് കടന്നു പോകാന്. ഹല്ലേലൂയ സ്തോത്രം, എന്തിനെന്നോ ഏതിനെന്നോ എനിക്കറിയത്തില്ല. അപ്പോൾ ഹല്ലേലൂയ ഓൾറെഡി ആ കൂടിവരവ് തുടങ്ങിക്കഴിഞ്ഞു. ഹല്ലേലൂയ രാത്രിയിൽ ഇരുന്നാണ് ഞങ്ങൾ ഹല്ലേലൂയ സ്തോത്രം പ്രാർത്ഥിക്കുന്നത്. ഹല്ലേലൂയ ആ കൂടിവരവ് തുടങ്ങി. ഹല്ലേലൂയ സ്തോത്രം, ഞാൻ പരിശുദ്ധാത്മാവിന്റെ പ്രേരണയാൽ ഞങ്ങളുടെ പ്രിൻസിപ്പളിന്റെ അടുത്ത് ചെന്നിട്ട് എന്താണോ എനിക്ക് പറയേണ്ടതെന്ന് അറിയത്തില്ല. എന്നാൽ ഹല്ലേലൂയ സ്തോത്രം എന്നോട് ഹല്ലേലൂയ സ്തോത്രം ആ പ്രിൻസിപ്പൾ ചോദിച്ചു, എന്താ ഹല്ലേലൂയ നിനക്ക് പറയാനുള്ളത്? ഹല്ലേലൂയ ഉടനെ ഞാൻ പറയാൻ തുടങ്ങി, ഞാൻ ഒരു പെന്തക്കോസ് വിശ്വാസിയായ ഒരു പ്രിൻസിപ്പൾ ആണ്. ഹല്ലേലൂയ സ്തോത്രം, നിനക്ക് എന്താ വേണ്ടിയത് നീ പറ. ഞാൻ പറയാൻ തുടങ്ങി, ഞാൻ ഈ നഴ്സിംഗ് സ്കൂളിൽ കടന്നു വന്നു, എനിക്ക് ആത്മീകമായി മുന്നേറുവാൻ കഴിയുന്നില്ല. ഹല്ലേലൂയ സ്തോത്രം, എന്നാൽ കർത്താവ് എന്തോ വലിയ മാറ്റം എന്നിൽ തരുന്നുണ്ട്. 2, 3, 4 പേരിരുന്ന് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ഹല്ലേലൂയ സ്തോത്രം, എനിക്കത് തുടർന്നു ഒന്ന് കൊണ്ടുപോകണം. ദൈവമക്കളെ കേൾക്കണോ? ഹല്ലേലൂയ സ്തോത്രം, പ്രിൻസിപ്പൾ പറഞ്ഞു, നീ ഹല്ലേലൂയ സ്തോത്രം പ്രാർത്ഥിച്ചോ, ഞാൻ അതിന് പെർമിഷൻ തന്നിരിക്കുന്നതാ. എന്നാൽ ഹല്ലേലൂയ സ്തോത്രം, ഈ ഹല്ലേലൂയ പ്രിൻസിപ്പൽ പെർമിഷൻ തന്നതിന്റെ പിറ്റേ ദിവസം ഹല്ലേലൂയ സ്തോത്രം അവിടേക്ക് കംപ്ലൈന്റ് പോകാൻ തുടങ്ങി. ആമേൻ. ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ ഇതുപോലെ ഹോസ്റ്റലിൽ നിന്ന് ഭയങ്കര ശബ്ദം ഉണ്ടാകുന്നു, ഭയങ്കര ബഹളം ഉണ്ടാകുന്നു എന്ന് പറഞ്ഞ ഹല്ലേലൂയ ഡോക്ടേഴ്സ് അക്കോമഡേഷന് ഹല്ലേലൂയ ഡോക്ടേഴ്സ് ഹല്ലേലൂയ കംപ്ലൈന്റ് കൊടുക്കുവാൻ തുടങ്ങി. എന്നാൽ ദൈവമക്കളെ ഹല്ലേലൂയ സ്തോത്രം, ദൈവം ആരംഭിച്ചതിനെ, ദൈവം തുടങ്ങിയതിനെ മുടക്കുവാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ. എന്നെ പ്രിൻസിപ്പൾ വീണ്ടും വിളിച്ചു. ഹല്ലേലൂയ സ്തോത്രം, എന്നോട് പറഞ്ഞു, ഇതുപോലെ കംപ്ലൈന്റുകൾ വരുന്നു. ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഹല്ലേലൂയ സ്തോത്രം, എന്നോട് ഇങ്ങനെ ചോദിച്ചു, ഈ ടൈമിംഗ് ഒന്ന് മാറ്റാമോ? ഹല്ലേലൂയ സ്തോത്രം, ടൈം നിങ്ങളൊന്ന് മാറ്റിയാൽ നിങ്ങളുടെ പ്രയർ ഹല്ലേലൂയ മുടക്കേണ്ടി വരത്തില്ല. ദൈവമക്കളെ ഹല്ലേലൂയ സ്തോത്രം, അന്ന് ആരംഭിച്ച ഹല്ലേലൂയ അന്ന് നടന്നുകൊണ്ടിരുന്ന ആ പ്രാർത്ഥനയില് ഹല്ലേലൂയ സ്തോത്രം, ഞാൻ പറയട്ടെ, ഹല്ലേലൂയ അനേക കുഞ്ഞുങ്ങൾ ഹല്ലേലൂയ 1, 2, 3 എന്ന് തുടങ്ങിയത് ഹല്ലേലൂയ 29, 30 പേര് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ഗ്രൂപ്പായി മാറുവാന് സ്വർഗത്തിലെ ദൈവം ഇടയാക്കി. മാത്രമല്ല ഹല്ലേലൂയ ദർശനങ്ങൾ നഷ്ടപ്പെട്ടവർ അതിന്റെ ഇടയിലുണ്ടായിരുന്നു, അവർ ദർശനം പ്രാപിച്ചു. അന്ന് ഹല്ലേലൂയ ആ കൂടിവരവിലൂടെയാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവചന ആത്മാവിൽ നിറച്ചത്. ഹല്ലേലൂയ ആരംഭത്തിൽ ആദ്യത്തെ പ്രവചനം അടുത്തിരുന്ന ഒരു ഹിന്ദു പൈതലിന്റെ ഹല്ലേലൂയ സ്തോത്രം നേരെയായിരുന്നു. അവളെ തൊട്ടിട്ട് ദൈവാത്മാവ്, അവൾ അപ്പോൾ ചിന്തിച്ചു കൊണ്ടിരുന്ന അതേ വിഷയം ഹല്ലേലൂയ, അപ്പോൾ അവളുടെ മനസ്സിൽ കൂടെ പോയിക്കൊണ്ടിരുന്ന വിഷയം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞു. അവള് വാവിട്ട് നിലവിളിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ. എന്നിട്ട് ചോദിച്ചു, ഹല്ലേലൂയ അവസാനം ഞാൻ എന്തോ ചെയ്യേണ്ടത്? എന്റെ അകത്തിരുന്ന് ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത് വിളിച്ചു പറയുന്ന ഒരു ദൈവമോ? ഹല്ലേലൂയ സ്തോത്രം. ഞാൻ പറഞ്ഞു, ഹല്ലേലൂയ സ്തോത്രം, യെസ് ഹല്ലേലൂയ, നിന്റെ ഉള്ളിലുള്ളതെല്ലാം ഹല്ലേലൂയ നന്നായി അറിയാവുന്ന ജീവിക്കുന്ന ഒരു ദൈവം, ഹല്ലേലൂയ ജീവനുള്ള ഒരു ദൈവമുണ്ട്. ആ ദൈവമാണ് യേശു ക്രിസ്തു. നീ വിശ്വസിക്കണമെന്ന് അന്ന് ആ പൈതൽ ഹല്ലേലൂയ സ്തോത്രം കർത്താവിനെ
സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുവാൻ ഇടയായി. ദൈവമക്കളെ ഹല്ലേലൂയ സ്തോത്രം. വിവിധ വിഷയങ്ങളിൽ കൂടെ പിന്നീട് ഞാൻ കടന്നു പോകേണ്ടതായിട്ട് വന്നു. ഹല്ലേലൂയ സ്തോത്രം. എന്നെ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ ഞാൻ ഒരു അനീമിക്കായി ഹല്ലേലൂയ സ്തോത്രം വല്ലാത്തൊരു പ്രകൃതമായി മാറി. ഹല്ലേലൂയ സ്തോത്രം. എന്നാൽ അന്ന് ഞാൻ പൂർണ്ണമായി ദൈവത്തിൽ വിശ്വസിച്ചതുകൊണ്ടും ഹല്ലേലൂയ മാനുഷികമായ യാതൊന്നിൽ ഞാൻ ആശ്രയിക്കത്തില്ലെന്ന് ഉറച്ചതുകൊണ്ടും സ്വർഗത്തിലെ ദൈവത്തിന്റെ അത്ഭുത കരം നീട്ടി കർത്താവ് എന്നെ വിടുവിച്ചു. ഹല്ലേലൂയ. എന്നെ നോക്കുന്നവരെല്ലാം ചോദിക്കും, നീ എവിടെങ്കിലും പോയി അഡ്മിറ്റ് ആകണം, എന്തെങ്കിലും നീ ചെയ്യണം. ഹല്ലേലൂയ. എന്നാൽ മുട്ടുമടക്കി ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. ഹല്ലേലൂയ. സ്വർഗത്തിലെ ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. ഞാൻ അവിടെ നിന്നും ഹല്ലേലൂയ സ്തോത്രം ദൈവമക്കളെ ഹല്ലേലൂയ കൽക്കട്ടയിലുള്ള AG ഹോസ്പിറ്റലിലേക്കാണ് കടന്നുപോയത്. പ്രൈസ് ദി ലോർഡ്. അവിടെയും കർത്താവ് ഹല്ലേലൂയ അത്ഭുതകരമായി വഴി നടത്തി. ഹല്ലേലൂയ സ്തോത്രം. ഞാൻ ഹല്ലേലൂയ സ്തോത്രം അവിടെ ആയിരിക്കുമ്പോഴാണ് എന്റെ വിവാഹം നടക്കുന്നത്. എന്റെ വിവാഹം ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ ഒരു കുടുംബത്തിലെ ഹല്ലേലൂയ ഏകനായി വിശ്വാസത്തിൽ വന്ന ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ ഒരു ദൈവ പൈതലിനെ കർത്താവ് എനിക്ക് ഒരുക്കി വെച്ചിരുന്നു. ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. താനും ഹല്ലേലൂയ പലവിധമായ കഷ്ടതയിൽ കൂടെ താൻ വിശ്വാസത്തിലേക്ക് ഇറങ്ങിയതിന്റെ പേരില് ഹല്ലേലൂയ പല വിഷയങ്ങളിൽ കൂടെ താൻ കടന്നുപോയി. താൻ സ്നാനപ്പെട്ട് ഹല്ലേലൂയ ഭവനത്തിലേക്ക് മടങ്ങി വന്നപ്പോൾ പിതാവ് തന്നെ ഭവനത്തിൽ നിന്ന് ഇറക്കിവിടുവാനിടയായി. ഹല്ലേലൂയ സ്തോത്രം. എന്ത് ചെയ്യണമെന്ന് താൻ അറിയാതിരുന്ന വേളകളിൽ കർത്താവ് അത്ഭുതകരമായ വഴികൾ തനിക്ക് ഒരുക്കി കൊടുത്തു. അങ്ങനെ ഹല്ലേലൂയ ദൈവത്തിന് വേണ്ടി ഹല്ലേലൂയ പ്രയോജനപ്പെട്ടുകൊണ്ട് ഇരുന്ന ഹല്ലേലൂയ സ്തോത്രം ഒരു ദൈവ പൈതലിനെ കർത്താവ് എനിക്ക് വേണ്ടി ഒരുക്കി തന്നു. ഹല്ലേലൂയ സ്തോത്രം. ഞാൻ വേഗത്തിൽ പറയട്ടെ. ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെ ഇരിക്കുമ്പോൾ എന്റെ ജോലി ഹല്ലേലൂയ ഞാൻ കൽക്കട്ടയിൽ ജോലി ചെയ്തിരുന്ന ഞാൻ ആദ്യത്തെ പ്രഗ്നൻസിയിൽ ഹല്ലേലൂയ എനിക്ക് ജോലിയിൽ ഞാൻ ICUലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. എനിക്ക് ജോലിയിൽ കണ്ടിന്യൂ ചെയ്യുവാൻ കഴിയാതെ പോയി. അങ്ങനെ ഞാൻ ഹല്ലേലൂയ റിസൈൻ ചെയ്ത് ഹല്ലേലൂയ സ്തോത്രം എന്റെ ഭവനത്തിലേക്ക് കടന്നു വരുവാനിടയായി. അവിടെ ഹല്ലേലൂയ സ്തോത്രം ഞാൻ ദൈവമക്കളോട് പറയണം, വിശ്വാസത്തിൽ ഹല്ലേലൂയ ഏകനായി നിന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് ഹല്ലേലൂയ വിശ്വാസത്തിന്റെ ശോധനകൾ ഞാൻ ഹല്ലേലൂയ അന്ന് എന്റെ ഹല്ലേലൂയ പ്രിയപ്പെട്ടവൻ സൗദിയിലായിരുന്നു. ഹല്ലേലൂയ സ്തോത്രം. ഞാൻ തനിയെ ഹല്ലേലൂയ ഭവനത്തിൽ വിശ്വാസത്തിന് വേണ്ടി ഏകയായി നിൽക്കേണ്ടതായിട്ട് വന്നു. പ്രതിസന്ധികൾ കൂടി, പ്രതികൂലങ്ങൾ കൂടി, നിന്ദകൾ കൂടി. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. നീ എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്? നീ എന്തിനാണ് ഉപവസിക്കുന്നത്? വിവിധ ചോദ്യങ്ങളായി. എന്നിരുന്നാലും രാത്രിയിൽ ഹല്ലേലൂയ ഹല്ലേലൂയ സന്ധ്യയ്ക്ക് പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ അന്യഭാഷയിൽ ഞാൻ ഹല്ലേലൂയ കർത്താവിനെ ആരാധിക്കുമായിരുന്നു. ആരും കൂടിയിരിക്കാനില്ല, ആരും കൈത്താങ്ങൽ തരാനില്ല. എങ്കിലും ഹല്ലേലൂയ സ്തോത്രം കർത്താവിനോട് ചേർന്നിരിക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കി. ദൈവമക്കളെ കേൾക്കണോ? ഹല്ലേലൂയ. ആ ഹല്ലേലൂയ 4 വർഷമായിരുന്നു എന്റെ ജീവിതത്തിലെ ഹല്ലേലൂയ പണി നടന്നത്. ആമേൻ. ഹല്ലേലൂയ. ഞാൻ ചിന്തിച്ചു, എന്റെ കയ്യിൽ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഹല്ലേലൂയ സ്തോത്രം. എനിക്ക് എവിടെങ്കിലും പോയി ഇന്റർവ്യൂ ഹല്ലേലൂയ അറ്റൻഡ് ചെയ്താൽ അത് പാസ്സായി എനിക്ക് ഇവിടെ നിന്ന് കടന്നു പോകും. ഹല്ലേലൂയ പോകുവാൻ സാധിക്കും. എല്ലാ വഴികളും അടഞ്ഞു ദൈവമക്കളെ. ആമേൻ. ഞാൻ ഒരു കാര്യം ദൈവമക്കളോട് പറയട്ടെ. ഹല്ലേലൂയ സ്തോത്രം. കർത്താവിന് നമ്മുടെ മേൽ ഒരു പദ്ധതി ഉണ്ടെങ്കിൽ കർത്താവ് ഹല്ലേലൂയ അതിലാകുവോളം ചില മേഖലകളെ അടയ്ക്കും. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ ഹല്ലേലൂയ കർത്താവ് ആഗ്രഹിക്കുന്ന ആ തലത്തിലേക്ക് നമ്മൾ ചേർന്നാലുണ്ടല്ലോ ഹല്ലേലൂയ നമ്മൾ പോലും അറിയാത്ത തലത്തിലേക്ക് വാതിലുകൾ തുറന്നു തരും. ആമേൻ. ഹല്ലേലൂയ സ്തോത്രം. ഞാൻ പെട്ടെന്ന് പറയട്ടെ. ഹല്ലേലൂയ എന്റെ ജീവിതത്തിൽ വന്ന ഒരു അർദ്ധരാത്രിയുടെ അനുഭവം. ഹല്ലേലൂയ സ്തോത്രം. രാത്രി 3 മണി വരെ ഹല്ലേലൂയ ഞാൻ ഹല്ലേലൂയ ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് കരഞ്ഞു പറഞ്ഞു, മതി കർത്താവേ, എനിക്കിനി മുൻപോട്ട് നീങ്ങുവാൻ കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. പ്രതിസന്ധികൾ, പ്രതികൂലങ്ങൾ അതുപോലെ കൂടി നിൽക്കുമ്പോൾ ഞാൻ കർത്താവിനോട് പറഞ്ഞു, ഹല്ലേലൂയ നീ എനിക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിച്ചേ പറ്റത്തുള്ളൂ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെടാൻ തുടങ്ങി. ദൈവമക്കളെ ഹല്ലേലൂയ സ്തോത്രം. നീ ഇവിടെ നിന്ന് ബോംബെക്ക് കടന്നു പോകണം. ചില വഴികൾ ഞാൻ നിനക്ക് വേണ്ടി തുറക്കാൻ പോകുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ഹല്ലേലൂയ സ്തോത്രം അങ്ങനെ കേട്ട ദൈവ ശബ്ദത്തിന്റെ ഹല്ലേലൂയ മുമ്പിൽ ഹല്ലേലൂയ ഞാൻ ബോംബെക്ക് പോകുവാൻ തീരുമാനിച്ചു. എന്നാൽ ഹല്ലേലൂയ ഞാൻ ബോംബെക്ക് പോകുന്നത് മുൻപേ ഞാൻ കുവൈറ്റ് മിനിസ്ട്രിയിലേക്ക് പോകുവാനുള്ള ഒരു ഇന്റർവ്യൂ ഹല്ലേലൂയ സ്തോത്രം പാസ്സായിട്ട് നിൽക്കുകയാണ്. റിട്ടൺ ഹല്ലേലൂയ എല്ലാം പാസ്സായി. ഹല്ലേലൂയ അവിടേക്ക് പോകുവാനുള്ള എന്റെ പേപ്പറുകൾ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോട് ബോംബെയിലേക്ക് പോകുവാനായി പറയുന്നത്. ദൈവമക്കളെ എങ്ങനെ പോകും, എങ്ങോട്ട് പോകും ഒന്നും അറിയില്ല. ഹല്ലേലൂയ സ്തോത്രം. എന്നാൽ അതിനുള്ള വഴികൾ മുഖാന്തരങ്ങൾ ദൈവം ഒരുക്കി തന്നു. ഞാൻ ചെല്ലുന്നത് ഹല്ലേലൂയ 21 ഡേയ്സ് ഫാസ്റ്റിംഗിൽ ഇരിക്കുന്ന ഒരു ചർച്ചില് ഹല്ലേലൂയ
അതിന്റെ നടുവിലേക്കാണ് അവിടുത്തെ ദൈവദാസന്റെ ആ ഭവനത്തോട് ചേർന്ന ഹല്ലേലൂയ 3 ഹല്ലേലൂയ സ്തോത്രം കുഞ്ഞുങ്ങൾ ഹല്ലേലൂയ ഉണ്ട്, താമസിക്കുന്നുണ്ട്. അതിനോടൊപ്പം ചേർന്ന് ഹല്ലേലൂയ എനിക്കും താമസിക്കുവാൻ ഒരു ഹല്ലേലൂയ അവസരം ദൈവം തന്നു. ദൈവമക്കളെ ഹല്ലേലൂയ ഞാൻ പറയട്ടെ, ഈ ഹല്ലേലൂയ സ്തോത്രം പ്രയറിൽ കടന്നു വരുന്ന ദൈവദാസന്മാരെല്ലാം ഹല്ലേലൂയ എന്നോട് ദൂത് പറയാൻ തുടങ്ങി. ഹല്ലേലൂയ ഞാൻ ഹല്ലേലൂയ എവിടെങ്കിലും മാറിയിരുന്നാൽ അവിടെ നിന്ന് അവിടെ വന്ന് ദൂത് പറയും. ഹല്ലേലൂയ നീ പുറകെ വന്നിരിക്കാനുള്ളവളല്ല, നീ മുൻപിൽ ഹല്ലേലൂയ നിന്ന് എന്റെ സാക്ഷ്യം വഹിക്കാനുള്ളവളാണ്. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെ ശക്തീകരിക്കുവാനും ബലപ്പെടുത്തുവാനും തുടങ്ങി. ദൈവമക്കളെ ഹല്ലേലൂയ സ്തോത്രം, ഞാൻ കുവൈറ്റിലേക്ക് പോകാനാണ് ഹല്ലേലൂയ ഞാൻ ബോംബെക്ക് വന്നത്. എന്നാൽ ഹല്ലേലൂയ സ്തോത്രം 2003 ജനുവരി 1-ാം തീയതി ഹല്ലേലൂയ സ്തോത്രം ചർച്ചിലുള്ള ഒരു പൈതലിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഹല്ലേലൂയ കയ്യിൽ എടുത്ത് വിരിക്കുവാനായിട്ട് തുടങ്ങുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെടാൻ തുടങ്ങി. നീ കുവൈറ്റിലേക്കല്ല പോകേണ്ടത്, ഞാൻ നിന്നെ ബഹറിലേക്ക് അയക്കും. ഹല്ലേലൂയ അന്ന് ഹല്ലേലൂയ സ്തോത്രം എന്റെ ഹല്ലേലൂയ പ്രിയപ്പെട്ടവൻ ഹല്ലേലൂയ ബഹറിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ഹല്ലേലൂയ സ്തോത്രം ഞാൻ പറയട്ടെ, ഞാൻ ആ ദൈവശബ്ദം ഏറ്റെടുത്തു. ഹല്ലേലൂയ സ്തോത്രം. പക്ഷെ എങ്ങനെ എന്റെ ഹല്ലേലൂയ സ്തോത്രം ഹസ്ബൻഡിനോട് അത് പറയും? കാരണം ഹല്ലേലൂയ കുവൈറ്റിലേക്ക് പോകുവാനുള്ള പൈസയും എല്ലാം ഹല്ലേലൂയ കൊടുത്ത് അതിന്റെ ലാസ്റ്റ് ഹല്ലേലൂയ സ്തോത്രം ഇടത്തേക്ക് ഹല്ലേലൂയ അതിന്റെ മൂവ്മെന്റ് ആയിക്കൊണ്ടിരിക്കുക, പേപ്പർ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഞാൻ കർത്താവിനോട് പറഞ്ഞു, അപ്പാ ഹല്ലേലൂയ ഞാൻ ഏറ്റെടുത്തു. എന്നാൽ ഹല്ലേലൂയ എന്റെ പ്രിയപ്പെട്ടവനോട് പറയാൻ എനിക്ക് പറ്റത്തില്ല. ഹല്ലേലൂയ സ്തോത്രം. അത് കഴിഞ്ഞ അതിന്റെ പിറ്റേ ദിവസം ഞാൻ ഹല്ലേലൂയ സ്തോത്രം മാത്യു ഇന്റർനാഷണൽ എറണാകുളത്താണ് എന്റെ ഇന്റർവ്യൂ പാസ്സായത്. ഞാൻ ഹല്ലേലൂയ മാത്യു ഇന്റർനാഷണൽ ബോംബെയിലുള്ള അതിന്റെ ബ്രാഞ്ച് ഹല്ലേലൂയ സ്തോത്രം അവിടേക്ക് പോകുവാൻ ഇടയായി. അവിടെ ചെന്നപ്പോൾ ഹല്ലേലൂയ സ്തോത്രം ഞാൻ പറഞ്ഞു, എനിക്ക് കുവൈറ്റിലേക്ക് പോകണ്ട, എന്റെ ഡോക്യുമെന്റ്സ് ഹല്ലേലൂയ എനിക്ക് റിട്ടേൺ തരണമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ സ്തോത്രം. അവരെന്നെ വല്ലാതെ വഴക്ക് പറഞ്ഞു. ഹല്ലേലൂയ എല്ലാ പ്രോസസിങ് അതിന്റെ ലാസ്റ്റിലേക്ക് എത്തിയപ്പോൾ നിങ്ങൾക്ക് ഡോക്യുമെന്റ്സ് തിരിച്ചു തരണോ? ഹല്ലേലൂയ ഞങ്ങൾ പൈസയും തരത്തില്ല. ഹല്ലേലൂയ സ്തോത്രം നിങ്ങൾ വെയിറ്റിംഗ് ചെയ്യണം. ഞാൻ വളരെ ഭാരത്തോട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഹല്ലേലൂയ ഞാൻ ഹല്ലേലൂയ ട്രെയിനിൽ കയറിയപ്പോൾ ഹല്ലേലൂയ സ്തോത്രം ബഹറിൽ നിന്ന് എന്റെ പ്രിയപ്പെട്ടവന്റെ ഒരു കോൾ വരികയാണ്. ഹല്ലേലൂയ സ്തോത്രം, ബഹറിൽ നിനക്കൊരു വീസ ശരിയാകുന്നുണ്ട്. ഹല്ലേലൂയ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഹല്ലേലൂയ ഞാൻ ദൈവസന്നിധിയിൽ വെച്ച് പ്രാർത്ഥിച്ച അതേ പ്രാർത്ഥന അടയാള സഹിതം ഹല്ലേലൂയ സ്തോത്രം കർത്താവ് എനിക്ക് വേണ്ടി ഒരുക്കി തരികയായിരുന്നു. ഹല്ലേലൂയ പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ ഞാൻ പറഞ്ഞു ഇത് ദൈവത്തിന്റെ പദ്ധതിയാണ്. ഞാൻ ഹല്ലേലൂയ ബഹറിലേക്ക് കടന്നു വരുന്നത്. അതുകൊണ്ട് ഹല്ലേലൂയ ആ വീസ ഹല്ലേലൂയ സ്തോത്രം അതിനു വേണ്ടി ശ്രമിച്ചു. അത് ഹല്ലേലൂയ നമുക്കുള്ളതാണ്. ഹല്ലേലൂയ സ്തോത്രം. ദൈവമക്കളെ, കർത്താവ് അത്ഭുതത്തിന്റെ വഴികൾ തുറന്നു തന്നു. ഹല്ലേലൂയ ഞാൻ ഹല്ലേലൂയ ബഹറിലേക്ക് ഹല്ലേലൂയ സ്തോത്രം 2003 മെയ് മാസം 1-ാം തീയതി കടന്നു വരുന്നതിന് മുൻപേ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ നിനക്ക് വേണ്ടി ഹല്ലേലൂയ സ്തോത്രം ജോലി ഒരുക്കി വെച്ചിട്ടുണ്ട്. എന്നാൽ നീ ജോലിക്ക് വേണ്ടി അല്ല അവിടെ പോകുന്നത്, നീ എന്റെ വേല ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. ഞാൻ കർത്താവിനോട് പറഞ്ഞു, അപ്പാ അവിടുത്തെ ഹല്ലേലൂയ ഹിതപ്രകാരം അങ്ങയുടെ വേല ഞാൻ ചെയ്തു കൊള്ളാം. ഹല്ലേലൂയ ദൈവമക്കളെ കേൾക്കണോ? ഹല്ലേലൂയ സ്തോത്രം. ഞാൻ ബഹറിൽ എത്തിച്ചേർന്നു. അതിന്റെ ഹല്ലേലൂയ മെയ് മാസം ഹല്ലേലൂയ സ്തോത്രം 1-ാം തീയതി ഞാൻ ബഹറിലെത്തി. ജൂൺ മാസത്തിൽ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ കർത്താവ് എനിക്ക് വേണ്ടി ഒരു ഹല്ലേലൂയ അതൊരു ക്ലിനിക് ആയിരുന്നു. ഒരു ക്ലിനിക്കിൽ ഹല്ലേലൂയ സ്തോത്രം ജോലി ചെയ്യുവാൻ ഹല്ലേലൂയ ഒരു അവസരം ഒരുക്കി തന്നു. അതും ഹല്ലേലൂയ നേഴ്സ് വീസ കൊടുക്കാത്ത ഒരു ക്ലിനിക്കില് ഹല്ലേലൂയ സ്തോത്രം. ഞാൻ ഹല്ലേലൂയ അവിടെ ചെന്നു. ഹല്ലേലൂയ മെയ് ഹല്ലേലൂയ സ്തോത്രം അതിന്റെ അടുത്ത മാസം തന്നെ ഞാൻ പ്രഗ്നന്റ് ആയി. ഹല്ലേലൂയ സ്തോത്രം. അവിടെ എനിക്ക് നിൽക്കുവാൻ കഴിയാത്ത അവസ്ഥയായി. ഹല്ലേലൂയ സ്തോത്രം. മടങ്ങി പോകുവാൻ റിട്ടേൺ ടിക്കറ്റ് എടുത്തു. ഹല്ലേലൂയ സ്തോത്രം. ഞാൻ എന്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ടനോട് പറഞ്ഞു, ഞാൻ പോകത്തില്ല. പ്രൈസ് ദി ലോർഡ്. കാരണം എന്നെ ഈ ദേശത്തേക്ക് വിടുന്നതിന് മുന്നമേ എന്റെ സ്വർഗത്തിലെ അപ്പൻ എന്നോട് പറഞ്ഞു, ഹല്ലേലൂയ ഞാൻ നിന്നെ കടത്തി വിടുന്നു, നീ എന്റെ വേല ചെയ്യണമെന്ന്. ഞാൻ മടങ്ങി പോകത്തില്ല. വഴിയില്ലാത്തടത്ത് എന്റെ കർത്താവ് എനിക്ക് വേണ്ടി വഴി ഒരുക്കി തരും. ഹല്ലേലൂയ സ്വർഗത്തിലെ ദൈവം എനിക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും. എന്റെ പ്രിയപ്പെട്ടവൻ പറഞ്ഞു, ഹല്ലേലൂയ സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ ദൈവമക്കളെ, ഞാൻ വേഗത്തിൽ പറഞ്ഞു വിടട്ടെ. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ തരത്തില്ലെന്ന് പറയുന്ന സ്ഥാനത്ത് ഹല്ലേലൂയ ഞാൻ കയറിയിടത്തു തന്നെ ഹല്ലേലൂയ നേഴ്സ് വീസ ഹല്ലേലൂയ തരുവാൻ സ്വർഗത്തിലെ ദൈവം വഴിയൊരുക്കി. ഹല്ലേലൂയ 2 വർഷം തികയുന്നതിന് മുമ്പ് ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ ഞാനോ ഹല്ലേലൂയ മിനിസ്ട്രി കേറുവാനായിട്ട് ഒരു പദ്ധതിയും ഇല്ലാതിരിക്കുമ്പോൾ
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ ബഹ്റിനിൽ ചെന്നപ്പോൾ കൊടുത്തതായിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ 2 വർഷം കഴിയുമ്പോഴാണ് പ്രൈസ് ഒരു കോൾ വരികയാണ്. കോൾ വന്നത് ഹല്ലേലൂയ എന്റെ ഹസ്ബൻഡാണ്, ഹസ്ബൻഡിന്റെ ബ്രദർ ആണ് വിളിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ ഒരിടത്തു നിന്ന് ഒരു കോൾ വന്നു. എവിടെ നിന്നാണ് എന്താണെന്ന് ഒന്നും അറിയത്തില്ല. ഇങ്ങനെ ഒരിടത്തു നിന്ന് ഒരു കോൾ വന്നു. ഹല്ലേലൂയ സ്തോത്രം. എന്തിനാണെന്നും ചെന്നൊന്ന് നോക്ക്. ഞങ്ങൾ പോയപ്പോൾ ഹല്ലേലൂയ അവിടെ കുറെ ഹല്ലേലൂയ സ്തോത്രം ആൾക്കാർ ഇങ്ങനെ നിരന്നിരിക്കുന്നുണ്ട്. ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്തിനാ ഇരിക്കുന്നത്? അല്ലെ, ഞങ്ങൾ മിനിസ്ട്രിയിലെ ഇന്റർവ്യൂവിനായിരിക്കുന്നത്. നിങ്ങൾ ഇന്റർവ്യൂവിനായിരിക്കുന്നത്? ഹല്ലേലൂയ സ്തോത്രം. ഞാനും അവിടെ ഇരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ സ്തോത്രം. എന്റെ പേര് വിളിച്ചു ഞാൻ ചെന്നു. ഹല്ലേലൂയ അകത്ത് ചെന്നപ്പോൾ ഹല്ലേലൂയ സ്തോത്രം എനിക്ക് മനസ്സിലായി മിനിസ്ട്രിയിലേക്കുള്ള ഇന്റർവ്യൂ നടക്കുകയാണ്. അവരെന്തൊക്കെയോ ചോദിച്ചു. പ്രൈസ് ദി ലോർഡ്. ഞാനും കുറെ ആൻസർ കൊടുത്തു. ഹല്ലേലൂയ സ്തോത്രം. അറിയാത്ത വഴികൾ നിനക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം തുറന്നു തരുമ്പോൾ നീ പോലും അറിയത്തില്ല ഇത്ര ശ്രേഷ്ഠമായ വഴികളാണ് നിന്റെ മുമ്പിൽ തുറക്കുന്നതെന്ന്. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ 2005 മുതൽ ഹല്ലേലൂയ സ്തോത്രം ആ മിനിസ്ട്രിയിൽ വർക്ക് ചെയ്യുവാൻ സ്വർഗത്തിലെ ദൈവം എനിക്ക് അവസരം തന്നു. എന്നാൽ ഹല്ലേലൂയ ആരംഭത്തിൽ ഓർപ്പിച്ചതുപോലെ ഒരു ജോലിക്കല്ല എന്ന് പറഞ്ഞിട്ടും ഹല്ലേലൂയ കർത്താവിന്റെ വേല ചെയ്യുവാൻ ഡ്യൂട്ടി കഴിഞ്ഞ് ഞാൻ ഹോസ്പിറ്റൽ മിനിസ്ട്രിക്ക് ഹല്ലേലൂയ ഓടുമായിരുന്നു. മോർണിംഗ് ഡ്യൂട്ടി കഴിഞ്ഞ് 3 മണിക്ക് വരുന്ന ഞാൻ ഹല്ലേലൂയ സ്തോത്ര ഹോസ്പിറ്റൽ മിനിസ്ട്രിക്ക് പോകുമായിരുന്നു. കർത്താവ് ഹല്ലേലൂയ കൂടെ ഇരുന്ന് ഹല്ലേലൂയ സ്തോത്ര അനവധി മേഖലകളിലേക്ക് എന്നെ അയച്ചു. ഹല്ലേലൂയ സ്വർഗത്തിലെ ദൈവം ഹല്ലേലൂയ സ്തോത്രം അത്ഭുതകരമായ വഴികൾ തുറന്നു തന്നു. ദൈവമക്കളോട് ഒരു കാര്യം ഞാൻ പറയട്ടെ. 2001 ഞാൻ ഹല്ലേലൂയ ബഹറിലേക്ക് വരുന്നതിന് മുമ്പ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോട് ഒരു ആലോചന അറിയിച്ചിരുന്നു. ഞാൻ നിന്നെ ഹല്ലേലൂയ സ്തോത്രം ബഹറിലേക്ക് അയക്കുമെന്നും ബഹറിൽ നിന്ന് ഞാൻ നിനക്ക് വേണ്ടി ഒരു വഴി തുറക്കുമെന്നും. ഹല്ലേലൂയ മാനുഷികമായിട്ട് ഹല്ലേലൂയ സ്തോത്രം നമ്മൾ ഹല്ലേലൂയ സ്തോത്രം ഒരു കാര്യം നിവർത്തിച്ചാൽ അടുത്ത കാര്യത്തിലേക്ക് നമ്മൾ ഹല്ലേലൂയ ജമ്പ് ചെയ്യും. ഹല്ലേലൂയ എന്ന് പറഞ്ഞതുപോലെ ഹല്ലേലൂയ സ്തോത്രം ഞാനും ഹല്ലേലൂയ സ്തോത്രം അടുത്ത കാര്യത്തിലേക്ക് ഹല്ലേലൂയ സ്തോത്രം നോട്ടമിടാൻ തുടങ്ങി. ഹല്ലേലൂയ IELTS എഴുതാൻ തുടങ്ങി. പരാജയപ്പെട്ടു. എത്ര പ്രാവശ്യം എഴുതിയെന്ന് നിങ്ങൾ ചോദിക്കല്ലേ. ഹല്ലേലൂയ സ്തോത്രം അത്രയും പ്രാവശ്യം എഴുതിയതെല്ലാം പരാജയപ്പെട്ടു. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ ഞാൻ ഹല്ലേലൂയ എന്റെ ബുക്ക് മടക്കി വെച്ചിട്ട് കർത്താവിനോട് പറഞ്ഞു, അപ്പച്ചാ ഇതെനിക്ക് പറ്റുന്ന കാര്യമല്ല. ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം അങ്ങയുടെ വേല ഞാൻ ചെയ്തുകൊണ്ട് ഇവിടെ ഞാൻ നിന്നോളാം. ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെ ഹല്ലേലൂയ സ്തോത്രം അടികളുടെ ഭവനത്തിൽ ഒരു കൂടിവരവ് തുടങ്ങുവാനും അനേക ജീവിതങ്ങള് രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുവാനൊക്കെ കർത്താവ് ഹല്ലേലൂയ സ്തോത്രം മുഖാന്തരങ്ങളെ ഒരുക്കി തന്നു. ഹല്ലേലൂയ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഹല്ലേലൂയ സ്തോത്രം 2022 ഹല്ലേലൂയ ജനുവരി മാസത്തിൽ, അതും ഒരു ജനുവരി മാസത്തിൽ പ്രൈസ് ദി ലോർഡ് ഞാൻ പ്രാർത്ഥനാ മുറിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോട് വ്യക്തമായി പറയുകയാണ്, ഹല്ലേലൂയ സ്തോത്രം ഞാൻ നിന്നെ UK അയക്കാൻ പോകുന്നു. ഹല്ലേലൂയ ഞാൻ പറഞ്ഞു, കർത്താവേ എങ്ങനെ പോവാനാ? ഹല്ലേലൂയ സ്തോത്രം. എത്ര പ്രാവശ്യം IELTS എഴുതിയെന്നുള്ളത് എനിക്കറിയാം. ഹല്ലേലൂയ എങ്ങനെ പോകാനാ? ഹല്ലേലൂയ ഞാൻ നിനക്ക് വേണ്ടി വഴിയൊരുക്കുന്നു എന്ന് പറഞ്ഞ 3 ഹല്ലേലൂയ സ്വപ്നങ്ങൾ എന്നെ കർത്താവ് കാണിച്ചു. ഹല്ലേലൂയ സ്തോത്രം. ഒരു ഹല്ലേലൂയ സ്വപ്നം എന്നെ കാണിച്ചത് ഒരു വണ്ടി ഹല്ലേലൂയ കടന്നു വരുന്നു, എന്റെ മുമ്പിൽ വന്ന് ഡോർ ഓപ്പൺ ആക്കുന്നു, അത് കടന്നു പോകുന്നു. ഞാൻ കയറാതെ അവിടെ നിന്നിട്ട് തലയിൽ കൈവച്ച് നിലവിളിച്ചോണ്ട് അതിന്റെ പുറകെ ഓടുന്നു. രണ്ടാമത് എന്നെ കാണിച്ച സ്വപ്നം, ഞാൻ ഒരു വണ്ടിയിൽ കയറുന്നു, പക്ഷേ ഹല്ലേലൂയ സ്തോത്രം ഇരിക്കാൻ എനിക്ക് സീറ്റ് ലഭിക്കുന്നില്ല. മൂന്നാമത് ഒരു സ്വപ്നം എന്നെ കർത്താവ് കാണിച്ചത്, ഹല്ലേലൂയ സ്തോത്രം 3 വഴികൾ എന്റെ മുമ്പിൽ തുറക്കുന്നു. ഒന്നാമത്തേത് അടഞ്ഞു, രണ്ടാമത്തെ അടഞ്ഞു, മൂന്നാമത്തെ വഴി സ്വർഗത്തിലെ ദൈവം എനിക്ക് വേണ്ടി ഓപ്പൺ ആക്കിയിടുന്നു. ഈ 3 സ്വപ്നം കണ്ടപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായി. ഹല്ലേലൂയ ഇത് സമയമാണ്. ഹല്ലേലൂയ സ്തോത്രം. ദൈവമക്കളെ, ഞാൻ ഒരു കാര്യം നിങ്ങളോട് വേഗത്തിൽ പറഞ്ഞത് ഹല്ലേലൂയ സ്തോത്രം ഞാൻ നിർത്താം. ഹല്ലേലൂയ സ്തോത്രം. ദൈവം ഒരു വ്യക്തിയെ കുറിച്ച് ഒരു പദ്ധതി ഇട്ടിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം അവിടെ കൊണ്ടു ചെന്നാക്കുക എന്നുള്ളത് ദൈവത്തിന്റെ ഹല്ലേലൂയ പ്ലാൻ, മുൻ നിർണയമാണ്. ആമേൻ. ഹല്ലേലൂയ 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 അസാധ്യമായ ചില മേഖലകളെ ഹല്ലേലൂയ നിങ്ങൾക്കറിയാം, ഈ UK-യിലെ ഹല്ലേലൂയ നിയമത്തെ തന്നെ ഹല്ലേലൂയ സ്വർഗത്തിലെ ദൈവം തിരിച്ചു മാറ്റി ഹല്ലേലൂയ സ്തോത്രം ഈ ദേശത്ത് കടന്നു വരുവാൻ വഴികളെ തുറന്നു. ഹല്ലേലൂയ സ്തോത്രം. ഞാൻ പറയട്ടെ, എന്റെ അനുഭവ സാക്ഷ്യങ്ങളിൽ ഒത്തിരി കാര്യങ്ങൾ ഇതിന്റെ അകത്തുണ്ട്. എനിക്ക് അതിനുള്ള സാവകാശമില്ല. ഒന്ന്, ഒരു കാർ ആക്സിഡന്റില് ഹല്ലേലൂയ വെന്ത് മരിക്കേണ്ടവളായിരുന്നു ഞാൻ. ഹല്ലേലൂയ സ്തോത്രം. ഒരു തിങ്കളാഴ്ചയായപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉപവസിക്കാൻ പറഞ്ഞു. ഹല്ലേലൂയ സ്തോത്രം. ഞാൻ ചോദിച്ചു, കർത്താവേ എന്തിനാ? ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. പക്ഷേ ഹല്ലേലൂയ സ്തോത്രം കർത്താവ് പറഞ്ഞു ഉപവസിക്കാൻ. നിങ്ങൾക്ക് കേൾക്കണമോ ദൈവമക്കളെ? വ്യാഴാഴ്ചയായപ്പോൾ ഞാൻ ഉപവാസമാണ്.
വ്യാഴാഴ്ച അതിരാവിലെ 4 മണി 5 മണിയാകുന്ന ആ സമയമായപ്പോൾ 5 മണിക്ക് ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ ഞങ്ങളുടെ അടുത്തുള്ള ഒരു വ്യക്തി വിളിക്കുകയാണ്, ഹല്ലേലൂയ സ്തോത്രം, ഓടി വരണം, നിങ്ങളുടെ കാറ് കത്തുന്നു. ഹല്ലേലൂയ സ്തോത്രം. ഞങ്ങൾ ഹല്ലേലൂയ ഇറങ്ങിച്ചെന്ന് നോക്കുമ്പോൾ കാറ് നിന്ന് കത്തുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. ഞാൻ ഹല്ലേലൂയ സ്തോത്രം ഉപവാസം ഹല്ലേലൂയ സ്തോത്രം മുൻപോട്ട് പോയി. ഹല്ലേലൂയ സ്തോത്രം. എന്നാൽ ഞാൻ കർത്താവിനോട് ചോദിച്ചു, അപ്പാ ഇതെന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്? എന്നോട് കർത്താവ് ഇങ്ങനെ പറഞ്ഞു, ഹല്ലേലൂയ നിന്നെ ഇല്ലാതാക്കുവാൻ, നിന്നെ തകർത്തു കളയുവാൻ, നിന്നെ മുടിച്ചു കളയുവാൻ ദുഷ്ടനിട്ടിരുന്ന ഒരു പദ്ധതി ഉണ്ട്. ഹല്ലേലൂയ സ്തോത്രം. 6 മണിക്ക് ഞാൻ കാറെ കയറും. ഹല്ലേലൂയ സ്തോത്രം. ദൈവമക്കളെ ഞാൻ പറയട്ടെ, ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ കഴിവോ മിടുക്കോ ഒന്നുമില്ലാത്ത എനിക്ക് ആകെ കൂടെ അറിയാവുന്ന സ്റ്റിയറിംഗും ഹല്ലേലൂയ സ്തോത്രം ഈ മുമ്പിൽ കാണുന്ന കുറെ കാര്യങ്ങളും മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ. ഒരു ഫയർ ഉണ്ടായാൽ എന്ത് ചെയ്യണം, എങ്ങനെ ഹല്ലേലൂയ വെളിയിൽ ചാടണം, ഒന്നും എനിക്ക് അറിയത്തില്ല. ഹല്ലേലൂയ സ്തോത്രം. എന്നാൽ നമ്മെ ഉള്ളതുപോലെ അറിയാവുന്ന സർവശക്തനായ ദൈവത്തിന് നാം ഹല്ലേലൂയ സ്തോത്രം എങ്ങനെയുള്ളവരാണെന്ന് വ്യക്തമായിട്ട് അറിയാം. എന്നോട് എന്റെ അപ്പം പറഞ്ഞു, ഹല്ലേലൂയ സ്തോത്രം, നിന്നെ വിടുവിക്കുവാൻ ഞാൻ എന്റെ ദൂതനെ അയച്ചതാണ്. നിനക്കൊരു കാറല്ലേ പോയുള്ളൂ, നിന്റെ ഹല്ലേലൂയ ജീവൻ നിനക്ക് ഹല്ലേലൂയ മടക്കി ലഭിച്ചില്ലേ, അതൊരു സംഭവം. രണ്ടാമത് ഇതുപോലെ ഒരു കാർ ആക്സിഡന്റ് ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ എന്നെ വിടുവിച്ചു. ഞാൻ പറയട്ടെ, എന്റെ 3 പൈതങ്ങൾ പുറകിലിരിക്കുന്നു. ഹല്ലേലൂയ എന്റെ ഹസ്ബൻഡ് പുറകിൽ ഹല്ലേലൂയ സ്തോത്രം, അതായത് ഹല്ലേലൂയ വഴിക്ക് ഗൈഡൻസ് തരാൻ ഒരു സൈഡില്, ഞാൻ പിതൃതുല്യം സ്നേഹിക്കുന്ന ഒരു പിതാവും മറ്റൊരു സൈഡില് ഹല്ലേലൂയ സ്തോത്രം പുറകിൽ നിൽക്കുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. ദൈവമക്കളെ, ഞാൻ കാർ സ്റ്റാർട്ട് ചെയ്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ സ്തോത്രം. ആക്സിലറേറ്ററിൽ കാല് ചവിട്ടുമ്പോൾ ഞാൻ അത് ഹല്ലേലൂയ റിവേഴ്സിൽ ഇട്ടേക്കുമായിരുന്നു. കാറ് ഹല്ലേലൂയ സ്തോത്രം പുറകിലേക്ക് അതിശക്തമായിട്ട് എന്റെ ഹല്ലേലൂയ നിയന്ത്രണം കംപ്ലീറ്റ് പോയി. ഒരു റോഡായിരുന്നു പുറകില്. ഹല്ലേലൂയ ഒരു മതിലിടിച്ച് കാർ അവിടെ നിന്നു. ഹല്ലേലൂയ എന്റെ കുഞ്ഞുങ്ങൾക്കോ പുറകിൽ നിന്ന് എന്റെ ഹല്ലേലൂയ സ്തോത്രം പ്രിയപ്പെട്ടവർക്കോ യാതൊന്നും സംഭവിക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഹല്ലേലൂയ ഇടയാക്കിയില്ല. ഞാൻ അന്നും ഹല്ലേലൂയ ഞാൻ ഉപവാസം തീർന്നിട്ട് ഇറങ്ങി വരുന്ന സമയമാണ്. ഹല്ലേലൂയ സ്തോത്രം. ഞാൻ എന്റെ കർത്താവിനോട് ചോദിച്ചു, അപ്പാ ഇത് എന്തുകൊണ്ട് സംഭവിച്ചു? ഹല്ലേലൂയ അന്ന് എന്നോട് കർത്താവ് പറഞ്ഞത്, നിന്നെ ഹല്ലേലൂയ അപകടത്തിൽപ്പെട്ട് നിന്നെ ഇല്ലാതാക്കാൻ ദുഷ്ടൻ ഒരു കെണി ഒരുക്കി വെച്ചിരുന്നു. ഹല്ലേലൂയ അതുകൊണ്ട് നീ ഇവിടെ നിന്ന് അത് സ്റ്റാർട്ട് ചെയ്ത് പുറപ്പെടാതിരിക്കുവാന് ഹല്ലേലൂയ സ്തോത്രം എന്റെ കരം പ്രവർത്തിച്ചു. അത് ഹല്ലേലൂയ അതിൽ നീ പ്രയാസപ്പെടേണ്ട, ഞാൻ നിന്നെ വിടുവിച്ചതാണെന്ന്. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ ദൈവമക്കളെ, അതുപോലെ തന്നെ ഓപ്പറേഷൻ തിയേറ്ററിന്റെ മുൻപിൽ വരെ കടന്നു ചെന്ന ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ എമർജൻസി ഓപ്പറേഷൻ വേണമെന്ന് തലേന്ന് പറഞ്ഞിട്ട് അന്ന് ഹല്ലേലൂയ രാത്രി മുഴുവൻ ഞാൻ ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് ഫാസ്റ്റിംഗിൽ ഞാൻ ഓപ്പറേഷൻ ഹല്ലേലൂയ സ്തോത്രം ഓപ്പറേഷൻ തിയേറ്ററിന്റെ മുൻപിൽ വരെ ചെന്നതാണ്. ഹല്ലേലൂയ ചെന്നിട്ട് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ചെക്കപ്പ് എന്ന് വിളിച്ച് പറഞ്ഞ് ഡോക്ടറിനെ വിളിച്ചുകൊണ്ട് പോയി ചെക്കപ്പ് ചെയ്തു. അന്ന് എന്നോട് പറഞ്ഞു, ഹല്ലേലൂയ ഓപ്പറേഷന്റെ ആവശ്യമില്ല, നീ മടങ്ങിപ്പോക്കോ. ഹല്ലേലൂയ ഓപ്പറേഷൻ തിയേറ്ററിന്റെ മുമ്പിൽ നിന്ന് സ്വർഗത്തിലെ ദൈവം എന്നെ വിടുവിച്ചതാണ്. മരണകരമായ പല വിഷയങ്ങൾ ജീവിതത്തിന്റെ മേഖലകളിൽ വന്നപ്പോൾ അതിൽ കൂടെയൊക്കെ കടന്നുപോയപ്പോൾ സർവശക്തൻ എന്നെ വിടുവിച്ചു. ഞാൻ ഹല്ലേലൂയ ദൈവമക്കളോട് ഹല്ലേലൂയ സ്തോത്രം ഈ മീറ്റിംഗിലേക്ക് കടന്നു വരുവാൻ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ ചിന്തിച്ചപ്പോൾ മുതൽ ഇട്ടതായിട്ടുള്ള ഒരു വാക്യം വായിച്ചുകൊണ്ട് ഞാൻ നിർത്താം. ഹല്ലേലൂയ യോബിന്റെ പുസ്തകം 14-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം സുപരിചിതമായ ഒരു വാക്യമാണ്. ഒരു വൃക്ഷമായിരുന്നാൽ ഹല്ലേലൂയ പ്രത്യാശയുണ്ട്, അതിനെ വെട്ടിയാൽ പിന്നെയും പൊട്ടിക്കിളർക്കും, അത് ഇളം കൊമ്പുകൾ വിടാതിരിക്കുകയില്ല, അതിന്റെ വേര് നിലത്തു പഴകിയാലും അതിന്റെ കുറ്റി മണ്ണിൽ കെട്ടുപോയാലും വെള്ളത്തിന്റെ ഗന്ധം കൊണ്ട് ഹല്ലേലൂയ അത് കിളിർക്കും, ഒരു തൈ പോലെ തളിർവിടും. Praise the Lord. Amen. Hallelujah. ഒരു വൃക്ഷമായിരുന്നാൽ ഹല്ലേലൂയ സ്തോത്രം പ്രത്യാശയുണ്ട്. ഹല്ലേലൂയ ദൈവമക്കളെ, ഹല്ലേലൂയ സ്തോത്രം. ഞാൻ പറയട്ടെ, ജീവിതത്തിന്റെ മണ്ഡലങ്ങളിൽ കടന്നു വരുന്നതായ വിഷയങ്ങൾ തകർത്തു കളയുമെന്ന് വാദിച്ച് വെല്ലുവിളിച്ച് ആമേൻ ഹല്ലേലൂയ ഇനിയും നിന്നെ മുൻപോട്ട് വിടത്തില്ലെന്ന് പറഞ്ഞ് കടന്നു വരുന്നതായ തലങ്ങൾ ജീവിതത്തിൽ വരുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ നീ ഒരു ദൈവ പൈതലല്ലേ, നിനക്ക് പ്രത്യാശയുണ്ട്. ഹല്ലേലൂയ നിന്റെ ജീവിതത്തിന്റെ മണ്ഡലങ്ങളിൽ കടന്നു വരുന്ന വിഷയങ്ങളുടെ പുറത്ത് പ്രവർത്തിക്കുവാൻ കഴിവുള്ള ഒരു അത്ഭുതത്തിന്റെ കരമുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. അത് വെട്ടിയാലും ഹല്ലേലൂയ
ഹല്ലേലൂയ. അത് ഹല്ലേലൂയ ഇല്ലാതായാലും ഹല്ലേലൂയ വെള്ളത്തിന്റെ ഗന്ധഫലം കൊണ്ട് അത് കിളിർക്കും, ഒരു തൈ പോലെ തളിർവിടും. ഹല്ലേലൂയ ജീവിതത്തിൽ ഹല്ലേലൂയ ഹല്ലേലൂയ മുൻപോട്ട് പോകുവാൻ ഹല്ലേലൂയ ഇനിയും കഴിയത്തില്ല എന്ന് ചിന്തിക്കുന്ന വേളകൾ വരുമ്പോൾ ദൈവ പൈതലേ മടുത്തു പോകരുത്. ഹല്ലേലൂയ സ്തോത്രം. പ്രത്യാശ കൈവിടരുത്. പ്രാർത്ഥിച്ചു മുന്നേറുക. ഹല്ലേലൂയ സ്തോത്രം. കർത്താവ് നിനക്ക് വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. അവന്റെ കരം ശക്തിയുള്ള കരമാണ്. ഞാൻ ദൈവമക്കളോട് പറയട്ടെ, ഹല്ലേലൂയ നമ്മുടെ കുടുംബമാകുന്ന ഒരു വൃക്ഷം ഹല്ലേലൂയ സ്തോത്രം ഒന്ന് എടുത്താട്ടെ. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ എന്നെ ഹല്ലേലൂയ സ്തോത്രം ചിന്തിപ്പിക്കുന്നത് അതിന്റെ വേരായി നമുക്ക് മാറാം. ഹല്ലേലൂയ സ്തോത്രം. ആ വൃക്ഷം നിൽക്കുന്നത് ഹല്ലേലൂയ സ്തോത്രം ആ വേര് മണ്ണിൽ ഉറയ്ക്കുന്നത് കൊണ്ടാണ്. ഹല്ലേലൂയ സ്തോത്രം. ആ വേര് പലവിധമായ പ്രതിസന്ധികളെ തരണം ചെയ്താണ് താഴേക്ക് 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 പോകുന്നത്. ആ വേര് മണ്ണിന്റെ മുകളിൽ ആരും കാണത്തില്ല. എന്നാൽ ഒരു വൃക്ഷത്തിന്റെ ഏറ്റവും പ്രധാന ഭാഗമാണ് വേര്. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയട്ടെ, നിന്റെ ഭവനത്തിന് വേരായി നീ മാറിയാൽ ഹല്ലേലൂയ സ്തോത്രം, നിന്റെ ഭവനത്തിന് ആവശ്യമായിട്ടുള്ളത് അത് വെള്ളം ഹല്ലേലൂയ വളം ഹല്ലേലൂയ അതിന്റെ വളർച്ചയ്ക്ക് അതിന്റെ പുഷ്ടിക്ക് ആവശ്യമായിട്ടുള്ളതൊക്കെ ഹല്ലേലൂയ വേരാകുന്ന നീ വലിച്ചെടുക്കുവാൻ തുടങ്ങിയാൽ അത് ഫലം കായ്ക്കും, അത് പൂക്കും. ഹല്ലേലൂയ ദുഷ്ടൻ പറയും ഹല്ലേലൂയ ഹല്ലേലൂയ ഞാൻ വെട്ടിക്കളയുമെന്ന്. എന്നാൽ ശത്രു പറയുന്ന ശത്രുവിന്റെ തന്ത്രങ്ങളെ ഭേദിക്കുവാൻ തക്കവണ്ണം ഹല്ലേലൂയ ഒരു വേര് ഹല്ലേലൂയ സ്തോത്രം ശക്തമായി തീരണം. ഹല്ലേലൂയ ദൈവവൈദ്യരെ നീ ഹല്ലേലൂയ നിന്റെ കുടുംബത്തിൽ ഒരു വേരായാൽ ഹല്ലേലൂയ നീ ഹല്ലേലൂയ ഭവനത്തിൽ ഒരു ഹല്ലേലൂയ സ്തോത്രം വേരായി മാറിയാൽ ഈ ഭവനത്തിന് ആവശ്യമായിട്ടുള്ളതെല്ലാം വലിച്ചെടുക്കുവാൻ ഹല്ലേലൂയ നിന്നിൽ കൂടെ സാധിക്കും. അതുകൊണ്ട് ഹല്ലേലൂയ ഈ ദിവസങ്ങളിൽ ഒന്ന് സമർപ്പിക്കാമോ? കർത്താവേ ഞാൻ ഏറ്റു ഹല്ലേലൂയ അതിനായി എന്നെ സമർപ്പിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. ഞാൻ പറയട്ടെ, തലമുറകളുടെ വിഷയത്തെ ചൊല്ലി ഭാരപ്പെടുന്ന ഹല്ലേലൂയ തലമുറകളുടെ വിഷയം എന്താകുമെന്ന് ചിന്തിച്ച് ഭാരപ്പെടുന്ന ഹല്ലേലൂയ വ്യക്തി ജീവിതമേ, നിന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ നീ ചിന്തിക്കുന്നതിനപ്പുറത്ത് ചിലത് ഉറബ ശബന അർഥുനം ദാനകരഗനകശാദന ഹല്ലേലൂയ ചിലത് ചെയ്ത് ഹല്ലേലൂയ നീ ഹല്ലേലൂയ സ്തോത്രം നിന്റെ ബുദ്ധിമണ്ഡലത്തിൽ നിനക്ക് ചിന്തിക്കുവാൻ കഴിയാത്ത തലത്തിലേക്ക് നിന്റെ തലമുറകളെ കൈക്ക് പിടിച്ച് കയറ്റുന്ന ഒരു കർത്താവാണ് നിന്റെ കരത്തിൽ പിടിച്ചിരിക്കുന്നത്. ദൈവത്തിന്റെ വചനത്തിൽ നാം വായിക്കുന്നത്, നിന്റെ മേലുള്ള എന്റെ ആത്മാവ്, നിന്റെ വായിൽ ഞാൻ തന്ന എന്റെ വചനം നിന്റെ മേൽ നിന്ന് നിന്റെ തലമുറയുടെ മേൽ നിന്ന് നിന്റെ തലമുറയുടെ തലമുറയുടെ മേൽ നിന്നും ഒരു നാളും വിട്ടുമാറുകയില്ല. അങ്ങനെയെങ്കിൽ നിന്റെ വായിൽ വചനമുണ്ടോ? നിന്നിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേക ശക്തിയുണ്ടോ? നിന്റെ മേൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന്റെ ഒഴുക്കുണ്ടോ? അഭിഷേകത്തിന്റെ ഒഴുക്ക് നിന്റെ മേലുണ്ടെങ്കിൽ നിന്റെ തലമുറകളുടെ മേൽ അത് പകരപ്പെടും. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ ഹല്ലേലൂയ സ്തോത്രം. നിങ്ങൾ ആയിരിക്കുന്ന ദേശത്ത് നിങ്ങളെ ദൈവമാക്കി വെച്ചതിന് മുമ്പ് ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ. എന്നെ ഈ ദേശത്ത് വിടുന്നതിന് മുമ്പ് എന്റെ കർത്താവ് പറഞ്ഞു, നിനക്ക് വേണ്ടി ഹല്ലേലൂയ ഞാൻ ഹല്ലേലൂയ കരുതിയിരിക്കുന്ന കരുതലുകൾ ഉണ്ടെന്നാൽ നീ എന്റെ വേല ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവമക്കളെ, നിങ്ങൾ ഏത് ദേശത്തിരുന്നാണോ ഈ ശബ്ദം കേൾക്കുന്നത്, ഹല്ലേലൂയ നിങ്ങളെ പറ്റി ദൈവത്തിന് ഒരു പദ്ധതി ഉണ്ട്. എനിക്കറിയാം, ഓസ്ട്രേലിയയിലായിരിക്കുന്നവർ ഇന്ന് ഹല്ലേലൂയ രാത്രി സമയത്ത് ഹല്ലേലൂയ സ്തോത്രം നിങ്ങളുടെ ഉറക്കമെല്ലാം മാറ്റിവെച്ചിട്ട് നിങ്ങൾ ദൈവത്തിന്റെ പാദപീഠത്തിൽ ഇരിക്കുകയല്ലേ. ഹല്ലേലൂയ നിങ്ങളെ ഉണർത്തുന്നത് ദൈവമാണ്. ഹല്ലേലൂയ നിങ്ങളെ ഇരുത്തുന്നത് ദൈവമാണ്. ഹല്ലേലൂയ സ്തോത്രം. കർത്താവിന്റെ വേല നമുക്കായിരിക്കുന്ന ദേശത്ത് ചെയ്യാം. ഹല്ലേലൂയ സ്തോത്രം. പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലേ ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ ദൈവത്തിനു വേണ്ടി ഹല്ലേലൂയ നിലകൊള്ളുവാൻ ആഗ്രഹിക്കുന്ന ദൈവ പൈതലേ ഹല്ലേലൂയ പ്രിയ ഹല്ലേലൂയ ക്രിസ്റ്റി സിസ്റ്റർ ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ തൻ ഹല്ലേലൂയ ഉത്സാഹത്തോടെ ഉന്മേഷത്തോടെ ഈ വിഷയങ്ങളെ ക്രോഡീകരിച്ച് ഹല്ലേലൂയ ദൈവത്തിന്റെ പാദപീഠത്തിൽ ഇരിക്കുമ്പോൾ തന്റെ ഹൃദയത്തില് ഹല്ലേലൂയ ദൈവം കൊടുത്തിരിക്കുന്നതായിട്ടുള്ള ഹല്ലേലൂയ ദൈവിക പദ്ധതി പ്രകാരമാണ് ഹല്ലേലൂയ ഒരു ഹല്ലേലൂയ ആഗ്രഹം, ഒരു വാഞ്ച കർത്താവിന്റെ പാദപീഠത്തിൽ രാത്രി സമയത്തിരിക്കുക. എന്തിനു വേണ്ടി? ദേശത്തിന് വേണ്ടി കരയുക, നശിച്ചു പോകുന്ന തലമുറകൾക്ക് വേണ്ടി കരയുക. ഹല്ലേലൂയ സ്തോത്രം. നന്മയേത് തിന്മയേതെന്ന് തിരിച്ചറിയുവാൻ കഴിയാതെ നാശത്തിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്ന അനേകായിരങ്ങളുള്ള ആ പട്ടണത്തിൽ ഹല്ലേലൂയ ഹല്ലേലൂയ സ്തോത്രം ഒരു വിളക്കായി തീരുവാൻ ഹല്ലേലൂയ ഇരുട്ടിൽ അനേകര് തപ്പിത്തടയുന്നുണ്ട്. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ എങ്ങോട്ട് പോകണമെന്ന് അറിയാതെ തപ്പി
ദൈവം നിന്നെ കണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. നീ തണ്ടിന്മേൽ ശോഭിക്കുന്ന ഒരു വിളക്കായി മാറണം. പറ കൊണ്ട് മൂടുന്നത് പോലെ ജീവിതത്തിന്റെ ക്ലേശങ്ങൾ, പ്രതിസന്ധികൾ, ജോലി തിരക്കുകൾ പലതും ഹല്ലേലൂയ നിന്റെ വെളിച്ചം പുറത്തു വരാതിരിക്കുവാൻ തക്കവണ്ണം മൂടിക്കളയുന്ന അനുഭവമുണ്ട്. ഈ ദിവസങ്ങളിൽ ആത്മശക്തി ഏറ്റെടുക്കണം. ആത്മാവിൽ ബലപ്പെടുക, ആത്മശക്തി ഏറ്റെടുത്ത് എഴുന്നേൽക്കുക. നിന്റെ ജീവിതത്തിൽ നിന്നെ തളർത്തുന്ന ഭാരങ്ങൾ, അല്ലെങ്കിൽ വിവിധ ചിന്തകൾ, അല്ലെങ്കിൽ എങ്ങനെയായി തീരുമെന്ന ചോദ്യ ചിഹ്നവുമായി എന്നെ കേൾക്കുന്ന ദൈവ പൈതലെ, നിന്റെ മുമ്പിൽ ഇരിക്കുന്ന ചോദ്യ ചിഹ്നത്തെ ഒരു അത്ഭുത ആശ്ചര്യ ചിഹ്നമാക്കി മാറ്റുവാൻ ദൈവത്തിനുള്ള പദ്ധതി നീ ഗ്രഹിക്കണം. നീ ഒരു ദൈവ പൈതലാണ്. ഹല്ലേലൂയ, സ്തോത്രം. നീ അധമമായത് ഉപേക്ഷിച്ച് ഉത്തമമായത് പ്രസ്താവിച്ചാൽ നീ എന്റെ വായ് പോലെയാകുമെന്ന് പറഞ്ഞ സർവശക്തന്റെ മകളാണ് നീ. അങ്ങനെയെങ്കിൽ ആ കർത്താവിൽ പൂർണ്ണമായിട്ടൊന്ന് ആശ്രയിച്ചേ. എന്റെ സമയം കഴിയുകയാണ്. ഹല്ലേലൂയ. ആ കർത്താവിൽ ഹല്ലേലൂയ പൂർണ്ണമായിട്ടൊന്ന് ആശ്രയിച്ചേ. കർത്താവിനോട് പറ, കർത്താവ് അപ്പാ, ഞാൻ ഹല്ലേലൂയ അതിനായി എന്നെ ഏൽപ്പിക്കുന്നു. ഹല്ലേലൂയ. ഈ പട്ടണത്തിൽ, ഞാൻ ആയിരിക്കുന്ന പട്ടണത്തിൽ ഒരു വിളക്കായി മാറുവാൻ, അനേകരെ ക്രിസ്തുവിലേക്ക് ഹല്ലേലൂയ ദയപ്പെടുത്തുവാൻ, ഹല്ലേലൂയ സ്തോത്രം, ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. എത്ര പേര് ഹല്ലേലൂയ നിങ്ങൾ രാത്രി സമയത്താണല്ലോ ദൈവപാദപീഠത്തിൽ ഇരിക്കുന്നത്. ആ കർത്താവിന്റെ കരത്തിലേക്ക് ഹല്ലേലൂയ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സർവശക്തനായ ദൈവത്തിന്റെ കരം അത്ഭുതത്തിന്റെ കരമാണ്. അല്ലെങ്കിൽ വിടുവിക്കുന്ന കരമാണ്. അല്ലെങ്കിൽ തീച്ചൂളയ്ക്ക് സമാനമായ അഗ്നിശോധനകളിൽ കൂടെ നാം കടന്നു പോകുമ്പോൾ ഹല്ലേലൂയ നമുക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. തീച്ചൂളയ്ക്ക് തുല്യമായ സമാനമായ പ്രതിസന്ധിയിൽ കൂടെ നീ കടന്നു പോകുമ്പോൾ എങ്ങനെ ഹല്ലേലൂയ രക്ഷപ്പെടും? ഹല്ലേലൂയ. ഇല്ല, സർവശക്തൻ നിന്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ. ആ സർവശക്തന്റെ കരം നിന്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ. ഒന്ന് വിശ്വസിച്ചാട്ട്. യെസ്, ഹല്ലേലൂയ. കർത്താവേ, ഞാനത് വിശ്വസിക്കുന്നു. അങ്ങയുടെ സാന്നിധ്യം അനുഭവിക്കുവാൻ ഹല്ലേലൂയ സ്തോത്രം. ഈ 2025 അവസാന മാസത്തില്, അവസാന ദിനങ്ങളിൽ ഹല്ലേലൂയ ഹല്ലേലൂയ ഒരു തീരുമാനം എടുക്കാമോ? ഹല്ലേലൂയ കർത്താവേ, ഹല്ലേലൂയ 2026 കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ. ആമേൻ. ആ കർത്താവിന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവളായി, ഹല്ലേലൂയ സാന്നിധ്യം അനുഭവിക്കുക മാത്രമല്ല, നീ കാല് കുത്തുന്ന ഇടം, നീ കാല് ചവിട്ടുന്ന ഇടം ഹല്ലേലൂയ ഹല്ലേലൂയ ദൈവിക സാന്നിധ്യം ഹല്ലേലൂയ ഉള്ള ഇടമായി മാറട്ടെ. ഹല്ലേലൂയ. ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? ആ കർത്താവിന്റെ കരം അത്ഭുതത്തിന്റെ കരമാണ്. ആ കർത്താവിന്റെ സാന്നിധ്യം വഹിക്കുന്നവളായി നീ മാറിയാൽ, നീ ചലിക്കുന്ന ഇടത്ത് ദൈവപ്രവർത്തികൾ വെളിപ്പെടും. ശത്രുവിന്റെ പദ്ധതികൾ പാളിപ്പോകും. ആ കരത്തിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ. ആമേൻ. ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ. സ്വർഗീയ പിതാവേ, ഹല്ലേലൂയ സ്തോത്രം, അങ്ങയുടെ അത്ഭുതത്തിന്റെ കരത്തിലേക്ക് കർത്താവേ ഹല്ലേലൂയ ഹല്ലേലൂയ സ്തോത്രം. ഈ മീറ്റിങ്ങിനെ, ഈ പ്രയർ മീറ്റിങ്ങിനെ ഏൽപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. റേസ്ഡ് ഇൻ ഗ്ലോറി. ഹല്ലേലൂയ സ്തോത്രം. കർത്താവേ, ഓസ്ട്രേലിയയുടെ പ്രദേശത്ത് നിന്റെ മക്കൾ ഈ രാത്രിയുടെ യാമത്തില് കൂടിയിരുന്ന് പ്രാർത്ഥിക്കുന്നത് ഹല്ലേലൂയ അവരുടെ ജീവിതത്തിൽ, വ്യക്തിപരമായ ജീവിതത്തിൽ അത് വിടുതലാകട്ടെ. അവരുടെ കുടുംബത്തിൽ അത് വിടുതലാകട്ടെ. അവരുടെ തലമുറകളുടെ മേൽ അത് വിടുതലാകട്ടെ. അവരായിരിക്കുന്നത് ദേശത്തത് വിടുതലായി വ്യാപരിക്കട്ടെ. ഓ ഹല്ലേലൂയ. അപ്പന്റെ കരത്തിലേക്ക് ഏൽപ്പിക്കുകയാണ്. ഹല്ലേലൂയ. വിശുദ്ധാലിയുടെ ക്രിസ്തുസിനായി പ്രാർത്ഥിക്കുന്നു കർത്താവേ. നിന്റെ മകളുടെ ഉള്ളിൽ കൊടുത്തിരിക്കുന്നതായിട്ടുള്ള ആ പ്രകാശം ഹല്ലേലൂയ അനേകർക്ക് ഹല്ലേലൂയ ഹല്ലേലൂയ വെളിച്ചമായി തീരുവാൻ നിന്റെ മകളെ ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ മിനിസ്ട്രിക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇത് ഹല്ലേലൂയ അനേകർക്ക് വിടുതലിന് കാരണമായി തീരുവാൻ സ്വർഗം ഹല്ലേലൂയ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. സകല മാനവും മഹത്വം അങ്ങേക്ക് അർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ സ്തോത്രം. ഞാൻ ഒരു വാക്ക് പറയാൻ ആഗ്രഹിക്കുന്നു ഇതിന്റെ മധ്യത്തിൽ. ഹല്ലേലൂയ സ്തോത്രം. ഞാൻ സൂസി ആന്റിയെ കണ്ടു. ഹല്ലേലൂയ സ്തോത്രം. ആന്റിക്ക് ഹല്ലേലൂയ ഈ ജെയിനി തോമസ് എന്ന് പറഞ്ഞ ഈ പേരിൽ ഹല്ലേലൂയ സ്തോത്രം ആന്റിക്ക് അറിയില്ല. ഹല്ലേലൂയ ഞങ്ങൾ ഒരുമിച്ച് ഹല്ലേലൂയ ബൈബിൾ ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. ഹല്ലേലൂയ സ്തോത്രം. ആന്റിയോടുള്ള നന്ദി അറിയിക്കുന്നതോടൊപ്പം ഹല്ലേലൂയ കടന്നു വന്ന എല്ലാ ദൈവമക്കളോടും
അല്ലെങ്കിൽ എന്നെ ഈ മീറ്റിംഗിലേക്ക് ക്ഷണിച്ച ക്രിസ്റ്റി സിസ്റ്ററിനോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഗോഡ് ബ്ലസ് യു ഓൾ. താങ്ക് യു, താങ്ക് യു, താങ്ക് യു.